New York, tonight you have delivered a mandate for change. നമസ്കാരം. കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തനെന്ന് ട്രംപ് വിശേഷിപ്പിച്ച ഇന്ത്യൻ വംശജൻ സൊഹ്റാൻ മംദാനി ഇനി അമേരിക്കയിലെ ഏറ്റവും വലിയ നഗരമായ ന്യൂയോർക്കിന്റെ മേയർ. 50% വോട്ട് നേടിക്കൊണ്ടാണ് മംദാനി തെരഞ്ഞെടുക്കപ്പെട്ടത്. ഗാസയിൽ നടക്കുന്നത് വംശഹത്യയാണെന്ന് തുറന്നു പറഞ്ഞ മംദാനി ട്രംപിന്റെ അനധികൃത കുടിയേറ്റ നയങ്ങളുടെ കടുത്ത വിമർശകനുമാണ്. മംദാനി മേയറായാൽ ന്യൂയോർക്കിലേക്കുള്ള ഫെഡറൽ ഫണ്ട് വെട്ടിക്കുറയ്ക്കുമെന്ന് ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നു. ഡൊണാൾഡ് ട്രംപിന്റെ കടുത്ത എതിർപ്പും ഭീഷണിയും മറികടന്നാണ് മംദാനി ന്യൂയോർക്ക് സിറ്റി മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടത്. മംദാനിക്ക് പുറമെ ഇന്ത്യൻ വംശജരായ അഫ്താബ് പുറേവൽ, ഗസാല ഹാഷ്മി എന്നിവരുടെ വിജയവും ട്രംപിന്റെ ഉറക്കം കെടുത്തും. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന പേരിൽ ട്രംപ് നടത്തുന്ന കുടിയേറ്റ വിരുദ്ധതയ്ക്കും വിദ്വേഷ പ്രചരണത്തിനും US ജനത നൽകിയ തിരിച്ചടിയാണോ മംദാനി ഉൾപ്പെടെയുള്ളവരുടെ വിജയം? ഇടക്കാല തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ തോൽവിയിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുമോ ഡൊണാൾഡ് ട്രംപ്? ഈ വിഷയമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. ചർച്ചയിൽ എനിക്കൊപ്പം ശ്രീ സജിമോൻ ആന്റണി, ഒക്കാന പ്രതിനിധി, നിർമ്മൽ എബ്രഹാം വിദേശകാര്യ വിദഗ്ധൻ, MS വേണുഗോപാൽ വിദേശകാര്യ വിദഗ്ധൻ എന്നിവരാണ് പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ സജിമോൻ ആന്റണി, 50%-ലേറെ വോട്ട് നേടി ന്യൂയോർക്ക് മേയറായി മംദാനി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. എക്സിറ്റ് പോളുകൾ അത് കൃത്യമായി പ്രവചിച്ചിരുന്നതാണ്. മംദാനി തെരഞ്ഞെടുക്കപ്പെടുമെന്നത് ഏറെ ഉറപ്പായിരുന്നു. എങ്കിലും 50%-ലധികം വോട്ട് നേടി ഒരാധികാരിക വിജയം എന്നത് തന്നെയായിരുന്നോ പ്രതീക്ഷിച്ചിരുന്നത്? ഏറ്റവും ഒടുവിൽ ഈ വോട്ട് കണക്കുകൾ എങ്ങനെയാണ്? തീർച്ചയായിട്ടും മംദാനിയുടെ വിജയം എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതാണ്. എന്നാൽ ഒരു തമ്പിങ് മെജോറിറ്റി 10%-അധികം മാർജിനില്ല, 50%-ലധികം വോട്ട് നേടിക്കൊണ്ട് അങ്ങനെ ഒരു വിജയത്തിന് ഒന്നുകൂടെ മാറ്റുകൂടി എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇലക്ഷന്റെ തലേ ദിവസമാണ് ഡൊണാൾഡ് ട്രംപ് പ്രത്യക്ഷമായിട്ടും ട്വീറ്റ് ചെയ്ത് ആ ഇലക്ഷനിനകത്ത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കി. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഒഫീഷ്യൽ കാൻഡിഡേറ്റിന് എതിരെ വോട്ട് ചെയ്യാനായിട്ട് റിപ്പബ്ലിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് ആഹ്വാനം ചെയ്യുകയും അങ്ങനെ കർട്ടിസ് ലീവായുടെ 16% വോട്ട് ആ റിപ്പബ്ലിക്കൻസിനോട് മാറ്റി കുത്തി ഡെമോക്രാറ്റിക് പാർട്ടിയുടെ അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന കോമോയുടെ ബാലറ്റ് കൊടുക്കണമെന്നുള്ള ഒരു ആഹ്വാനമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ എല്ലാവരും നോക്കിക്കണ്ടുകൊണ്ടിരുന്നത് ട്രംപിന്റെ ഈ ആഹ്വാനത്തിന് എന്തുമാത്രം സ്വാധീനം ചെലുത്താൻ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ കോർ വാല്യൂസിന് പറ്റും എന്നുള്ളതാണ്. എന്നാൽ ഇലക്ഷന്റെ റിസൾട്ട് എക്സിറ്റ് പോളിനകത്ത് 5% അല്ലെങ്കിൽ 6% ആയിരുന്നു ഭൂരിപക്ഷം പ്രതീക്ഷിച്ചിരുന്നുവെങ്കിൽ വിജയം വന്നപ്പം അത് 10%-ആയി ഉയർന്നു എന്നുള്ളതാണ് കാണാനൊക്കെ കഴിയുന്നത്. ഏതായാലും ഇതൊരു തമ്പിങ് മെജോറിറ്റിയാണ്. ഒരു റിപ്പബ്ലിക്കൻ പാർട്ടിക്കും ഡൊണാൾഡ് ട്രംപിന് പ്രത്യേകിച്ചും പേഴ്സണൽ ആയിട്ടൊരു പരാജയം കൂടിയാണ് ഇത്. കാരണം ന്യൂയോർക്കിൽ മാത്രമല്ല, അതോടൊപ്പം തന്നെ മറ്റു പല സുപ്രധാന ഇലക്ഷൻസും ഈ സ്പെഷ്യൽ ഇലക്ഷൻ നടന്നിരുന്നു. അവിടെ സജിമോൻ ആന്റണി നോക്കൂ, ഈ ന്യൂയോർക്കിലെ കാര്യം മാത്രം എടുത്താൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി വിജയപ്രതീക്ഷ കുറഞ്ഞ വ്യക്തിയായിരുന്നു ട്രംപ് തന്നെ. അതുകൊണ്ടാണ് കൂമോയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും കൂമോയുടെ ജയത്തിന് വേണ്ടിയുള്ള പിന്തുണ നൽകിക്കൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്തത്. പക്ഷേ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി 7% വോട്ടിലേക്ക് ചുരുങ്ങിപ്പോയ ഒരു സാഹചര്യം, അതിനെ എങ്ങനെ വേണം കാണാൻ? അത് അപ്രതീക്ഷിതമായ വലിയ തിരിച്ചടിയാണോ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിക്ക് ഏറ്റിരിക്കുന്നത്? ഇത് ഇലക്ഷന്റെ തുടക്ക സമയത്ത് എല്ലാവരും പറഞ്ഞിരുന്നത് ആൻഡ്രൂ കൂമോയും മംദാനിയും വന്നു കഴിയുമ്പോൾ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ വോട്ട് സ്പ്ലിറ്റ് ആകും. അതോടുകൂടെ എറിക് ആഡംസും ഉണ്ടായിരുന്നു. ഇവര് 3 പേരും ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ലീഡേഴ്സ് ആയിരുന്നു ഒരു കാലത്ത്, അല്ലെങ്കിൽ ഇന്നലെ വരെ ആയിരുന്നു എന്ന് പറയാൻ പറ്റും. എന്നാൽ അതിനുശേഷം കഴിഞ്ഞ ഒരു മാസമായിട്ടാണ്, ആ പ്രൈമറിക്ക് ശേഷമാണ് എറിക് ആദം പതിയെ പുറകോട്ട് പോകുകയും അദ്ദേഹം വിഡ്രോ ചെയ്യുകയും പിന്നെ ആൻഡ്രൂ കൂമോ ഇൻഡിപെൻഡന്റ് ആയിട്ട് മത്സരിക്കാനുള്ള തീരുമാനം എടുക്കുകയും. അപ്പൊ ആൻഡ്രൂ കൂമോ ഇൻഡിപെൻഡന്റ് ആണ് എന്ന് പറഞ്ഞാലും അദ്ദേഹം 2 തവണ ന്യൂയോർക്കിന്റെ ഗവർണർ ആയിരുന്നു എന്ന് നമുക്ക് ഓർക്കണം. അപ്പോൾ അദ്ദേഹത്തിന് വളരെ വലിയൊരു ഇൻഫ്ലുവൻസ് ന്യൂയോർക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ മേഖലകളിലും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്നിട്ട് പോലും അദ്ദേഹം ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കണോ വേണ്ടോ എന്ന് ഡിബേറ്റ് ചെയ്തു. അപ്പൊ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ട്രംപിന്റെ ഒരു സൈലന്റ് സപ്പോർട്ട് ആൻഡ്രൂ കൂമോയ്ക്ക് ഉണ്ട് എന്നുള്ളതായിരുന്നു ഈവൻ മംദാനിയുടെ പ്രചാരണത്തിൽ പോലും ആഴ്ചകളായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതിന്റെ ഒരു വിവിഡ് ആയിട്ടുള്ള നല്ലൊരു എവിഡൻസ് ആയിട്ടാണ് ഇലക്ഷന്റെ തൊട്ട് തലേ ദിവസം ഡൊണാൾഡ് ട്രംപ് തന്നെ ഡയറക്റ്റ് ആ ഇലക്ഷനെ ഇൻവോൾവ് ആയിക്കൊണ്ടിട്ട് ഇൻസേർട്ട് ചെയ്തുകൊണ്ടിട്ട് അങ്ങനെ ഒരു ആഹ്വാനം
വാഗ്ദാനം ചെയ്യുകയും എന്നാൽ അതിന് പോലും വലിയൊരു ഗ്യാസ് കിട്ടിയില്ല എന്നുള്ളതാണ് ഒരു ഇലക്ഷന്റെ ഒരു റിസൾട്ട് വരുന്നത്. എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2016 2024 എങ്ങനെയാണ് ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കക്കാരുടെ അന്നത്തെ ഒരു മേജർ ഇഷ്യൂ എന്ന് പറയുന്നത് പ്രൈസ് റൈസ്, വിലക്കയറ്റം, അല്ലെ ഇൻഫ്ലേഷന്, അഫോർഡബിലിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളും ഇല്ലീഗൽ ഇമിഗ്രേഷൻസിന്റെ കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പൊ അതേ സെയിം ടോപ്പിക്കാണ് ഇമിഗ്രേഷന്റെ ഒഴിച്ച് ബാക്കിയുള്ള അഫോർഡബിലിറ്റിയുടെ കാര്യവും ഇൻഫ്ലേഷന്റെ കാര്യവും അങ്ങനെയുള്ള കാര്യങ്ങളിൽ സാധാരണക്കാരെ ബാധിക്കുന്ന വിഷയങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ടായിരുന്നു മമതാനയുടെ ക്യാമ്പയിൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം എന്നാൽ ഈ രണ്ടുപേരും പറഞ്ഞ സൊല്യൂഷൻസ് രണ്ടുപേരും ഡിഫറെന്റ് ആയിരുന്നു. മമതാനി ക്യാമ്പയിൻ പറയുന്നത് ട്രംപ് അങ്ങനെ ഭരണത്തിലേറി എന്നിട്ട് നിങ്ങളുടെ വിലക്കയറ്റം കുറഞ്ഞോ, ഭക്ഷണ സാധനങ്ങൾക്ക് വില കുറഞ്ഞോ, അഫോർഡബിലിറ്റി എവിടെ വരെയായി എന്നുള്ള വലിയൊരു ബിഗ് ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ കഴിഞ്ഞ 8-9 മാസത്തെ ഭരണത്തിനകത്ത് ട്രംപ് അഡ്മിനിസ്ട്രേഷന് ആ സബ്ജക്റ്റിനകത്ത് കാര്യമായ ഒരു ചലനം ചെലുത്താൻ പറ്റിയില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതോടൊപ്പം ഇവിടെ ഫെഡറൽ ഷട്ട്ഡൗൺ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. റെക്കോർഡ് കഴിഞ്ഞ് 35 ദിവസം കഴിഞ്ഞ് 36ാമത്തെ ദിവസത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ മൾട്ടിപ്പിൾ ആംഗിളിൽ നോക്കുകയാണെങ്കിൽ ഇതൊരു നല്ല ദിവസമല്ലായിരുന്നു ഇന്നലെ, നല്ല സമയമല്ലായിരുന്നു റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ട്രംപിന്റെ പോളിസികൾക്ക് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇന്ന് ഇത് തന്നെ ഡെമോക്രാറ്റിക് പാർട്ടികളിലെ ഒരു സൈഡിലെ ഒരു വിജയാഗ്രാസം ഉണ്ട് എങ്കിൽ പോലും വലിയൊരു ചിന്തയുടെ വരുന്നുണ്ട്. കാരണം ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ലീനിയൻസ് എങ്ങോട്ടാണ് പോകുന്നത്? എക്സ്ട്രീം ലെഫ്റ്റിലേക്കാണ് പോകുന്നത്. ഒരു സൈഡിൽ ട്രംപ് എക്സ്ട്രീം റൈറ്റിൽ നിൽക്കുന്നു. അപ്പൊ അത് ജനം അതിനോട് താല്പര്യം കാണിച്ചില്ല. അതുകൊണ്ടാണ് ഇപ്പം എക്സ്ട്രീമിലേക്ക് പോകുന്നത്, ഐദർ സൈഡിലേക്ക് പോകുന്നത്. അപ്പൊ അങ്ങനെ ഒരു വലിയൊരു ചോദ്യചിഹ്നവും ഇവിടെ വരുന്നുണ്ട്. ഡെമോക്രാറ്റിക് പാർട്ടി അങ്ങനെ നിരവധി ചോദ്യങ്ങൾ മമതാനിയുടെ വിജയം ഉയർത്തുന്നുണ്ട്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. നമുക്കൊപ്പം ശ്രീ MS വേണുഗോപാൽ കൂടി ചേരുകയാണ്. ശ്രീ MS വേണുഗോപാൽ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്, പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇന്ത്യൻ വംശജയായ കമല ഹാരിസ് ആയിരുന്നു ട്രംപിന്റെ എതിരാളി. അത് നമ്മൾ ഉറ്റുനോക്കിയിരുന്ന തെരഞ്ഞെടുപ്പാണ്. ഇതിപ്പോൾ ഇന്ത്യൻ വംശജരായ 3 പേരുടെ വൻ വിജയം, അത് ട്രംപിനേറ്റ വലിയൊരു പ്രഹരമായി കൂടി മാറുന്നതാണ് കാണുന്നത്. മമതാനിയുടെ വിജയം ട്രംപുമായിട്ടുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ എന്ന് പറയാം. ട്രംപ് സ്ഥാനാർത്ഥിയായിരുന്നില്ല എന്നതേ ഉള്ളൂ. പക്ഷേ ട്രംപുമായിട്ടുള്ള ഒരു നേരിട്ടുള്ള ഏറ്റുമുട്ടലാണ് മമതാനി ന്യൂയോർക്ക് സിറ്റിയിൽ നടത്തിയിരിക്കുന്നത്. ഗിസാലെ ആയാലും ഒപ്പം തന്നെ അഫ്താബ് പുരേവാല ആയാലും അതുപോലെ ഇന്ത്യൻ വംശജരാണ്, 3 മുസ്ലിം മതസ്ഥരാണ്. അവരുടെ തെരഞ്ഞെടുപ്പ് ഇന്ത്യയെ സംബന്ധിച്ച് എത്രമാത്രം പ്രാധാന്യം ഉള്ളതാണ്? ഇന്ത്യൻ വംശജർക്ക് അവിടെ കിട്ടുന്ന ഈ അംഗീകാരം എന്നത് ട്രംപിന്റെ കുടിയേറ്റ വിരുദ്ധ നയങ്ങൾക്കുള്ള തിരിച്ചടി കൂടിയാണ്. തീർച്ചയായിട്ടും ഒന്നാമത്തെ കാര്യം, കുടിയേറ്റ വിരുദ്ധ നടപടിക്കുള്ള ഒരു വൻ പ്രഹരമാണ് സൊഹ്റാൻ മംദാനി എന്ന 34-കാരൻ റാപ്പ് മ്യൂസീഷ്യൻ നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ട്രംപ് അഹങ്കരിച്ച് ലോകത്തിന്റെ മുഴുവൻ നെറുകയിൽ നിന്നിട്ട് പഴത്തൊല്ലി ചവിട്ടി വീണ പോലത്തെ ഒരു അവസ്ഥയാണെന്ന് ന്യൂയോർക്ക് സിറ്റിയിൽ അദ്ദേഹത്തിനുണ്ടായ പതനം. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി കാർട്ടിസ് ലിവയെ മാറ്റിയപ്പോൾ പണച്ചാക്കുകളുടെ പ്രതിനിധിയായ ആൻഡ്രൂ കുമോ ജയിക്കുമെന്നാണ് അവരെല്ലാം പ്രതീക്ഷിച്ചത്. ആൻഡ്രൂ കുമോന് ജയിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ദയനീയ പരാജയമുണ്ടാവുകയും സൊഹ്റാന്റെ വിജയം, ശരിക്ക് മംദാനിക്ക് ഇത്ര വലിയൊരു വിജയം കിട്ടുമെന്ന് ആരും പ്രവചിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഏതാണ്ട് 50% മേൽ വോട്ട് കിട്ടി എന്ന് മാത്രമല്ല, അദ്ദേഹം അവരുടെ ന്യൂയോർക്ക് സിറ്റിയിലെ സാധാരണക്കാരന്റെ ഒരു ആരാധനാ പുരുഷനായി മാറി. അദ്ദേഹം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഇമിഗ്രേഷൻ നയം, ട്രംപിന്റെ ഇമിഗ്രേഷൻ നയം ഒട്ടും ശരിയല്ല, അത് അമേരിക്കക്ക് തന്നെ ദോഷം ചെയ്യുന്നതാണ് എന്ന് അദ്ദേഹം പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഇത് മാത്രമല്ല, അദ്ദേഹം പല ഫ്രീ ബീസുകളും ഈ ഇലക്ഷനിൽ, അതായത് ട്രംപ് എത്രത്തോളം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാനായിട്ടുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് അദ്ദേഹം വാഗ്ദാനം ചെയ്ത ഫ്രീ ബീസുകൾ. സൗജന്യ ബസ് യാത്ര, അതുപോലെ തന്നെ പൊതുമേഖലാ രംഗത്ത് സിവിൽ സപ്ലൈസ് സ്റ്റോർ, ഗ്രോസറികൾ വാങ്ങിക്കാനുള്ള സ്റ്റോർ, അതുപോലെ റെന്റിന് ഫ്രീസിംഗ് അദ്ദേഹം ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞു. പബ്ലിക് സേഫ്റ്റി അദ്ദേഹം ഉറപ്പാക്കുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കുട്ടികളുടെ സുരക്ഷയ്ക്കായിട്ട് ചൈൽഡ് കെയർ സെന്റർ, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള ചൈൽഡ് കെയർ സെന്റർ അവിടെ കൊണ്ടുവരും. അതൊക്കെ സാധാരണ ജനങ്ങൾക്ക് വളരെ ആശ്വാസമായതാണ്. അതുപോലെ തന്നെ താങ്ങാവുന്ന നിരക്കിൽ 2 ലക്ഷം വീടുകളാണ് അദ്ദേഹം നൽകുമെന്നൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുപോലെ മിനിമം വേജസ് അദ്ദേഹം എൻഷർ ചെയ്യുന്നു. അതുപോലെ തന്നെ 10 ലക്ഷത്തിൽ കൂടുതൽ ഡോളർ വാർഷിക വരുമാനമുള്ളവരിൽ നിന്ന് കോർപ്പറേഷന് പ്രത്യേക ടാക്സ് ഉണ്ടാവും, ടാക്സ് ചുമത്തും എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു തീവ്ര ഇടതുപക്ഷത്തിന്റെ ലൈനിലാണ് അദ്ദേഹം ഈ ഡിമാൻഡുകളെല്ലാം വെച്ചിരിക്കുന്നത്.
മംദാനിക്ക് ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ വോട്ട് അവിടെ കിട്ടാൻ സാധ്യത വന്നത്. ഇതിൽ നിന്ന് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് ട്രംപിന്റെ പല പോളിസികളും സാധാരണക്കാരന് വിരുദ്ധമാണ്, കുടിയേറ്റക്കാർക്ക് വിരുദ്ധമാണ് എന്നുള്ളത് തന്നെയാണ്. ഇത് തന്നെയാണ് ഈ ഇലക്ഷനിൽ അദ്ദേഹത്തിന് നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞത്. പിന്നെ 34 വയസ്സുകാരനായ ഈ റാപ്പ് മ്യൂസീഷ്യൻ, അദ്ദേഹം കമ്പോസറുമാണ്. അദ്ദേഹം ചെറുപ്പക്കാരുടെ മുഴുവൻ മനസ്സ് കവർന്ന വ്യക്തിയാണ്. ഇത് മാത്രമല്ല, അദ്ദേഹം മുമ്പ് സ്റ്റേറ്റ് അസംബ്ലിയിലേക്ക് അവിടെ മത്സരിച്ചപ്പോഴും ഇതുപോലെ തന്നെയാണ്. അദ്ദേഹം അവിടെ 5 തവണ വിജയിച്ച അരവില്ല സിമോട്ടസിനെ തോൽപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം സ്ഥാനം കയറിയത്. പിന്നെ അദ്ദേഹം തുടർച്ചയായിട്ട് ആ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൽ സ്ഥാനം പിടിക്കുകയാണ് ഉണ്ടായത്. അപ്പൊ അദ്ദേഹത്തിന് ജനങ്ങളുടെ ഇടയിൽ പിന്നെ പ്രത്യേകമായ ഒരു സ്ഥാനം ലഭിക്കുന്നതിനുള്ള വാക്ചാതുരി, ഒരു പോരാട്ട വീര്യം ഒക്കെ ഈ 34-ാമത്തെ വയസ്സിൽ, 34 അല്ല അതിനു മുമ്പേ 2020 മുതലാണ് അദ്ദേഹം ഈ സ്റ്റേറ്റ് കൗൺസിലിൽ സ്റ്റേറ്റ് അസംബ്ലിയിൽ മെമ്പറായത്. അന്ന് മുതൽ തന്നെ അദ്ദേഹം ഇത്തരത്തിലുള്ള കഴിവുകൾ വളരെയധികം കാണിച്ചിട്ടുള്ള വ്യക്തിയായിരുന്നു. ജനങ്ങളെ ഹഠാത് ആകർഷിക്കാനുള്ള, റാപ്പ് മ്യൂസീഷ്യൻ ആയതുകൊണ്ട് മാത്രമല്ല, വാക്ചാതുരി കൊണ്ടും ജനങ്ങളെ ഹഠാത് ആകർഷിക്കാൻ, ജനങ്ങൾക്ക് വേണ്ടത് എന്താണ് എന്ന് പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്യാനൊക്കെയുള്ള കഴിവ് ഭയങ്കരമായിരുന്നു. അത് തന്നെയാണ് അദ്ദേഹം ഒരു സംഭാഷണത്തിൽ ഇടയ്ക്ക് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ വീട്ടിൽ എന്നും ഈ ദേശീയ പൊളിറ്റിക്സ്, അതുപോലെ തന്നെ അന്തർദേശീയ പൊളിറ്റിക്സ്, ഇന്റർനാഷണൽ പൊളിറ്റിക്സ് ഒക്കെ സംസാരിക്കുമായിരുന്നു അച്ഛനും അമ്മയും. മീര നായർ എന്ന് പറയുന്ന ഇന്ത്യൻ വംശജയ്ക്ക് ഉഗാണ്ടയിലെ മഹ്മൂദ് മമാനിയിൽ ജനിച്ച കുഞ്ഞാണ് അദ്ദേഹം. 5-ാമത്തെ വയസ്സിൽ അദ്ദേഹം കേപ്പ് ടൗണിൽ നിന്ന്, അതായത് സൗത്ത് ആഫ്രിക്കയിലെ കേപ്പ് ടൗണിൽ നിന്ന് ഇവിടെ കുടിയേറി വന്നയാളാണ്. അന്ന് മുതൽ അദ്ദേഹത്തിന് ഈ രാഷ്ട്രത്തോട് പ്രത്യേക ഒരു മമത ഉണ്ടായിരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് അദ്ദേഹത്തിന്റെ പല പ്രവൃത്തികളും വന്നിട്ടുള്ളത്. സാധാരണക്കാരന് വേണ്ടി എപ്പോഴും പല വിട്ടുവീഴ്ചകൾ ചെയ്യാനും നിലകൊള്ളാനും ഒക്കെ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകതയുള്ള കാര്യം. ഇത് ഒരുപക്ഷെ ട്രംപിന് ഒരു വലിയ ചൂണ്ടുപലകയാണ്. ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകൾ, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ഒക്കെ തെരഞ്ഞെടുപ്പുകൾ, അവിടെ മെമ്പർഷിപ്പ് ഇപ്പൊ അദ്ദേഹത്തിന് ഭൂരിപക്ഷത്തിനൊക്കെ പല പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതെല്ലാം ഇനി വരുന്ന ഭാവിയിൽ അദ്ദേഹത്തിന് ട്രംപിന് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യതയുള്ളതാണ്. ട്രംപ് തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഇത്തരത്തിൽ പോകുകയാണെങ്കിൽ അടുത്ത തവണ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് സാധ്യത കുറവാണ് എന്നത്, പ്രസിഡന്റ് സ്ഥാനത്തേക്ക്. അപ്പൊ ഇത്തരത്തിൽ ട്രംപ് തന്നെ പലതും പ്രവചിച്ചു തുടങ്ങിയിരിക്കുകയാണ്. വലിയൊരു തിരിച്ചടി ട്രംപിന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാതൊരു സംശയവുമില്ല. എന്നാൽ ഇതിന് മറൊരു വശമുണ്ട്. അത് നമുക്ക് വിശദമായിട്ട് പരിശോധിക്കേണ്ടതാണ്. അന്തർദേശീയ തലത്തിലും അതുപോലെ തന്നെ അമേരിക്കയുടെ പോളിസിയിലും ഒക്കെ ഉണ്ടാകാൻ പോകുന്ന ചില മാറ്റങ്ങൾ, അവിടെ അതിനുള്ള സാധ്യതകൾ കൂടിയാണോ ഈ തെരഞ്ഞെടുപ്പ് തുറന്നു വെക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. ഞാൻ അതിലേക്ക് വരാം. ശ്രീ നിർമ്മൽ എബ്രഹാം, നോക്കൂ, ഇപ്പോൾ ട്രംപ് പ്രതികരിച്ചിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്നത് റിപ്പബ്ലിക്കൻസിന് ഒട്ടും നല്ലതല്ല എന്ന ആദ്യ പ്രതികരണം ട്രംപിന്റെ ഭാഗത്തു നിന്നും വരികയാണ്. തോൽവി ട്രംപ് അംഗീകരിക്കുന്നു എന്ന് വേണമോ മനസ്സിലാക്കാൻ? മംദാനിയുടെ വിഷയത്തിൽ മാത്രമല്ല, പൊതുവെ ഡെമോക്രാറ്റുകൾക്കുണ്ടായിരിക്കുന്ന മുൻതൂക്കം റിപ്പബ്ലിക്കനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്നതാണ്. ഒരു ഇടക്കാല തെരഞ്ഞെടുപ്പിലേക്ക് കൂടി പോകുന്ന ഒരു സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന സൂചനകൾ എന്താണ്? നേരത്തെ പാനലിസ്റ്റുകൾ പറഞ്ഞ പോലെ തന്നെ വലിയൊരു സെറ്റ് ബാക്ക് ആണ്, ട്രംപിന് വലിയൊരു തിരിച്ചടിയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല, ഇപ്പൊ ഈവൻ വെർജീനിയ ആയാലും ന്യൂജേഴ്സി ആണെങ്കിലും ഒക്കെ കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതാണ് കമല ഹാരിസിന് കുറെ വർഷങ്ങൾ, എനിക്ക് തോന്നുന്നു 92-ലാണ് അവസാനമായിട്ട് ന്യൂജേഴ്സിയിൽ ഒരു റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് അവിടുന്ന് വോട്ട് കിട്ടുന്നത്. 2004-ലാണ് വെർജീനിയയിൽ നിന്ന് കിട്ടുന്നത്. പക്ഷെ അവിടെ പോലും കഴിഞ്ഞ തവണ കമല ഹാരിസിന്റെ ലീഡ് കുറഞ്ഞതായിട്ട് കണ്ടാണ്. പക്ഷെ അതൊക്കെ ഇപ്പൊ ഇത്തവണത്തെ റേസുകളിൽ എല്ലാം നമ്മൾ തിരിച്ചടി പോലെ, അതായത് വലിയ രീതിയിൽ ഡെമോക്രാറ്റിക് വേവ് ആണ് ഉണ്ടായിരിക്കുന്നത്, ഒരു സംശയമില്ല. പക്ഷെ സോഹ്റാൻ മംദാനിയുടെ കേസിൽ നമ്മൾ ആഘോഷിക്കുമ്പോഴും ഒരു കാര്യം നമ്മൾ എനിക്കൊന്ന് തിരിച്ചറിയാതെ പോകുന്നത്, സോഹ്റാൻ മംദാനി എന്ന് പറഞ്ഞ ഒരു മേയറാണ്, അതായത് ഒരു ഗവർണർ അല്ല, ഒരു സെനറ്റർ അല്ല, ഒരു പ്രസിഡന്റും അല്ല. അപ്പൊ അതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ചെറിയ ഉദാഹരണം പറയാം. ഇപ്പൊ ഞാൻ 7 വയസ്സുള്ളപ്പോൾ എന്റെ പെങ്ങളോട് പറയണം, എന്റെ സിസ്റ്ററോട് പറയാണ്, ഞാനൊരു വണ്ടി മേടിച്ചു തരാം, അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ മേടിച്ചു തരാം എന്ന് എന്റെ കൂടെ നിന്നാൽ എന്ന് പറയുന്ന പോലെയാണ്. കാരണം എനിക്ക് ആ വണ്ടി മേടിച്ചു, അല്ല ഒരു മൊബൈൽ ഫോൺ മേടിച്ചു കൊടുക്കണം, എനിക്ക് ആദ്യം അമ്മയോട് സംസാരിക്കണം, അമ്മയുടെ അനുമതി കിട്ടണം, അത് കഴിഞ്ഞ് അച്ഛൻ സമ്മതിക്കണം, അച്ഛന്റെ പൈസ കിട്ടണം. ഇവിടെ അമ്മയായിട്ടും അച്ഛനായിട്ടും രണ്ടുപേരും നിൽപ്പുണ്ട് മംദാനിക്ക് മുന്നിൽ. ഒന്ന് ന്യൂയോർക്ക് സ്റ്റേറ്റിന്റെ ഗവർണറാണ് കാത്തി ഹോക്കുൽ, അതേപോലെ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ്. ഈ പറയുന്ന പല പോളിസികളും, ഇപ്പൊ ഈ പറയുന്ന റെന്റ് ഫ്രീസിംഗ് ആയിക്കോട്ടെ, ഫ്രീ ബസ് റൈഡുകൾ കൊടുക്കുന്ന ആയിക്കോട്ടെ, 2 ലക്ഷത്തോളം അഫോർഡബിൾ ഹൗസിംഗ് യൂണിറ്റ്സ് പണിയുന്ന ആയിക്കോട്ടെ, ഇതിനൊക്കെ ഒന്നെങ്കിൽ സ്റ്റേറ്റിന്റെ അനുമതി വേണം,
അല്ലെന്നുണ്ടെങ്കിൽ ഫെഡറൽ ഗ്രാന്റുകൾ, സബ്സിഡീസ്, ഫണ്ടുകളൊക്കെ വേണം. നിർമ്മൽ, അവിടെയാണല്ലോ ട്രംപ് അവസാന ആയുധം പ്രയോഗിച്ചത്. ഈ വോട്ടെടുപ്പിലേക്ക് പോകുന്നതിന് തൊട്ടു മുൻപ് ഫെഡറൽ ഫണ്ട് കട്ട് ചെയ്യും എന്ന ഭീഷണി ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അത് കേൾക്കാത്ത മനുഷ്യരല്ലല്ലോ മംദാനിക്ക് വോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നയങ്ങൾ ഏറ്റുമുട്ടിയപ്പോൾ നയങ്ങളുടെ വിജയമാണ് ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന, സാധാരണക്കാർക്കൊപ്പം നിൽക്കുന്ന, അനധികൃത കുടിയേറ്റക്കാർക്കെതിരായ ട്രംപിന്റെ നിലപാടുകളെ എതിർക്കുന്നവർ പിന്തുണച്ച വോട്ടായിട്ട് വേണ്ടി നമ്മൾ അതിനെ കാണാൻ. അതെ, വോട്ടായിട്ട് അങ്ങനെ കാണാം. പക്ഷെ പ്രാക്ടിക്കലി എന്താണ് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നത്? അതായത് ഇവര് വോട്ട് ചെയ്ത് ഇദ്ദേഹത്തിന്റെ കാര്യങ്ങൾ, അതായത് പറയുന്ന പ്രോമിസസിനല്ല വോട്ട് ചെയ്തത്. അതിൽ ചില കാര്യങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ പോലെ സാങ്ച്വറി സിറ്റി ആയിട്ട് ന്യൂയോർക്കിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂയോർക്കിനെ പ്രഖ്യാപിക്കാം, അവരെ പ്രൊട്ടക്ട് ചെയ്യാം, അതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. അതേപോലെ ചെറിയ ചെറിയ ഇപ്പം അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരു മേയർ, സിറ്റി മേയർ എന്നുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാം അദ്ദേഹം ചെയ്യുമായിരിക്കും. അതിൽ യാതൊരു വിശ്വാസക്കുറവില്ല. പക്ഷെ ഇതിലെ പറഞ്ഞിരിക്കുന്ന വലിയ വലിയ കാര്യങ്ങളുണ്ട്. ഇപ്പൊ കോർപ്പറേറ്റ് ടാക്സ് ദി റിച്ച്, ക്യാപിറ്റലിസത്തിനെ തൂക്കി വെളിയിലെറിയുക എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അത് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ചെറുപ്പക്കാർ അതുകൊണ്ടും കൂടെയാണ് വോട്ട് ചെയ്തത്. പക്ഷെ അവരുടെ മുന്നിൽ ഒന്നും അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അൺലെസ് കാത്തി ഹോക്കിൾ സമ്മതിക്കണം. അതായത് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവൽ ഇല്ലാതെ കോർപ്പറേറ്റ് ടാക്സ് കൂട്ടാനോ, ഇൻകം ടാക്സ് കൂട്ടാനോ, സെയിൽസ് ടാക്സ് കൂട്ടാനോ മേയറിന് അവകാശമോ അധികാരമോ ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇത് പറയാമെന്നല്ലാതെ ഗവർണർ എന്ത് തീരുമാനം എടുക്കും എന്നുള്ളൊരു ചോദ്യം. രണ്ട്, നമ്മൾ പറയുന്നത് വെറും ഒരു സ്ഥലമല്ല, ന്യൂയോർക്ക് സിറ്റിയാണ്. അമേരിക്കയിലെ ഏറ്റവും വലിയ സിറ്റി, ലോകത്തിലെ ഏറ്റവും വലിയ സിറ്റികളിലൊന്ന്. അങ്ങനെ നോക്കുന്ന ന്യൂയോർക്ക് സിറ്റിയെ വളർത്തിക്കൊണ്ട് വന്നത് ക്യാപിറ്റലിസ്റ്റുകളാണ്, ബിസിനസ്സുകാരാണ്. ഈ പറയുന്ന ഇപ്പൊ ഇരിക്കുന്ന ഗവർണറിനും അവിടുത്തെ ഈവൻ ഡെമോക്രാറ്റിക് ബേസ് ആണ് അവിടെ ഉള്ളത്. എങ്കിൽ പോലും അവർക്കൊന്നും ഇതിൻ്റെ അകത്ത് യാതൊരു എന്താ പറയുക ഇൻവോൾവ്മെന്റും ഇല്ല എന്ന് കരുതുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഡെമോക്രാറ്റ്സ് വിശ്വസിച്ചിരുന്ന പോലെ എത്ര പണ്ടേ കോർപ്പറേറ്റ് ടാക്സ് കൂട്ടിയേനെ. ഈ ആൻഡ്രൂ കോമോ, കഴിഞ്ഞ തവണ മേയറായിട്ടിരുന്ന ആൻഡ്രൂ കോമോയ്ക്ക് ഏകദേശം $8 മില്യൺ ആണ് മൈക്കിൾ ബ്ലൂംബർഗ് ഒറ്റ ദിവസം കൊണ്ട്, ഒറ്റ ട്രാൻസാക്ഷൻ നൽകിയത്. മംദാനിക്ക് $8 മില്യൺ ഉണ്ടാക്കാൻ 20,000 ആൾക്കാരുടെ അടുത്ത് കെഞ്ചേണ്ടി വന്നു. അതാണ് വ്യത്യാസം. അപ്പൊ അതുകൊണ്ട് അവിടെയൊക്കെ മാറ്റങ്ങൾ, ഈ റെവല്യൂഷണറി ആയിട്ടൊരു മാറ്റം ഒന്നും സൃഷ്ടിക്കാൻ മംദാനിക്ക് കഴിയില്ല. ഒരു ക്ലാസിക് എക്സാമ്പിളോടെ പറയാം. ബിൽ ഡി ബ്ലാസിയോ എന്ന് പറഞ്ഞൊരു ഗവർണർ 2012 അദ്ദേഹം മിടുക്കനായിരുന്നു. ഇതേപോലെ തന്നെ വാഗ്ദാനങ്ങൾ കൊടുത്തു. എല്ലാ സോഷ്യൽ ഇനീക്വാലിറ്റിയും ഞാൻ തുടച്ചു നീക്കും, നമുക്ക് വിലക്കയറ്റത്തിന് ഞാൻ എന്താ പറയുക തടസ്സമിടും ഒക്കെ പറഞ്ഞിട്ട് കയറിയ ആളാണ്. അവസാനം 8 വർഷം കഴിഞ്ഞ് നാണം കെട്ട് ഇറങ്ങി പോകേണ്ടി വന്നു. ആളുകൾ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇടിഞ്ഞ് അദ്ദേഹത്തിനെ കുറിച്ച് ആരും സംസാരിക്കാത്തൊരു സ്റ്റേജ് എത്തി. അന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാനൊരു മേയറാണ്, എനിക്ക് കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു പക്ഷെ 4 വർഷം കഴിഞ്ഞ് മംദാനി പറയാൻ പോകുന്നത് ഇത് തന്നെയാണ്. എന്റെ ആഗ്രഹങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു, എല്ലാം ട്രംപ് തടഞ്ഞു, അല്ലെങ്കിൽ സ്റ്റേറ്റ് തടഞ്ഞു. എന്റെ ആഗ്രഹങ്ങളിൽ എനിക്ക് പറ്റാവുന്നതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന് പറയേണ്ടി വരും. ഇത് ഒരു തരത്തിലും അദ്ദേഹത്തിന്റെ വിജയത്തെ കുറച്ച് കാണുമല്ല. വളരെ കരിസ്മാറ്റിക് ആണ്. ഒരു നല്ല കാര്യം ഡെമോക്രാറ്റിക് പാർട്ടിക്ക് ഉണ്ടായത് തീർച്ചയായിട്ടും പറയാതെ വയ്യ. കാരണം ബരാക് ഒബാമയ്ക്ക് ശേഷം, ഇത് പറയുന്ന ഒരു ഓവർ സ്റ്റേറ്റ്മെന്റ് ആകാം, ബരാക് ഒബാമയ്ക്ക് ശേഷം ഒരു അറിയപ്പെടുന്ന പേരെടുത്ത് പറയാൻ പറ്റുന്ന കോൺവെർസേഷൻ നമ്മളിപ്പോ അവസാനമായിട്ട് ഒരു ഡെമോക്രാറ്റിന്റെ പേരിൽ ഒരു ചർച്ച വെച്ചത് എന്നാണ്? ബരാക് ഒബാമയുടെ ബൈഡന്റെ കാലഘട്ടത്തിലാണ്. അതിനപ്പുറം ഒരാളുടെ പേരിൽ ഇതിപ്പോ ഒരു മേയറൽ റേസ് ഇത്രയും വലിയൊരു സംസാര വിഷയമാക്കാൻ സാധിച്ചു സൊഹ്റാൻ മംദാനിയുടെ മിടുക്കാണ്. പക്ഷെ ആ മിടുക്ക് ബരാക് ഒബാമയ്ക്ക് ശേഷം ആ നയങ്ങൾ ഉറക്കെ പറയാനും അതിൽ ഉറച്ചു നിൽക്കാനും ഉള്ള കരുത്ത് കാട്ടുന്ന ഒരു നേതാവ് കൂടിയാണ്, ഡെമോക്രാറ്റ് നേതാവ് കൂടിയാണ് മംദാനി. ഓക്കെ, നയങ്ങളുടെ കേസല്ല, പക്ഷെ അദ്ദേഹത്തെ ആ ഒരു കരിസ്മാറ്റിക് ലീഡർഷിപ്പ് അത് ആദ്യമായിട്ട് അതിനുശേഷം കാണുന്നത് ഇപ്പോഴാണ്. നയങ്ങളുടെ കേസിൽ വ്യത്യാസമുണ്ട്. ശരി, ഞാൻ ഒരു ഇടവേളയ്ക്ക് ശേഷം അതിഥികളിലേക്ക് തിരിച്ചെത്താം. വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീ സജിമോൻ ആന്റണി, മംദാനി ഉയർത്തിയ വെൽഫെയർ പൊളിറ്റിക്സ്, അതിൽ ആകൃഷ്ടരായി അല്ലെങ്കിൽ അതിൽ വിശ്വസിച്ചുകൊണ്ട് ജനങ്ങൾ അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു എന്നാണോ കരുതേണ്ടത്? അതോ ട്രംപ് 2ാം ടേമിൽ അധികാരത്തിലെത്തിയതിനു ശേഷം നടപ്പാക്കിയ നയങ്ങൾ, അത് കുടിയേറ്റവുമായി ബന്ധപ്പെട്ടുള്ള നയങ്ങളായാലും അദ്ദേഹത്തിൻ്റെ ഗസ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള നിലപാടുകളായാലും ഇസ്രയേലിന് അനുകൂലമായി തുടരെ സ്വീകരിക്കുന്ന നിലപാടുകളായാലും പിന്നീട് ഇങ്ങോട്ട് താരിഫ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സ്വീകരിക്കുന്ന നിലപാടുകൾ, അൺപ്രഡിക്റ്റഡ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ എടുത്തുചാടിയുള്ള നടപടികൾ, അതിനൊക്കെ കൂടിയുള്ള ഒരു സന്ദേശം എന്ന നിലയിൽ ജനങ്ങൾ വോട്ട് ചെയ്തു എന്നാണോ? എന്താണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത്?
ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ വൺ ഓർ ദ അതർ വേ കോംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിൽ വരുന്നതിന് മുമ്പ് എനിക്ക് 2-3 ക്ലാരിഫിക്കേഷൻ തരാൻ ആഗ്രഹിക്കുന്നു. മംതാനി ഒരു എക്സ്ട്രീം ലെഫ്റ്റ് അല്ല. നമ്മുടെ ഈ പാനലിനകത്ത് അങ്ങനെ ഒരു സംസാരം വന്നു കഴിഞ്ഞാൽ ഐ ഡിസഗ്രി ഉണ്ടായിട്ട് ഹീസ് എ സോഷ്യലിസ്റ്റ് ആണ്. സോഷ്യലിസ്റ്റും എക്സ്ട്രീം മാർക്സിസമായിട്ട് ഒരു വ്യത്യാസമുണ്ട്, കമ്മ്യൂണിസ്റ്റുമായിട്ട് ഒരു വ്യത്യാസമുണ്ട് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമത്തേത്, നമ്മൾ ഇന്ത്യൻ ഒറിജിൻ എന്ന് പറയുമ്പോൾ വി ഹാവ് ടു ബി വെരി കോഷ്യസ് ടു. കാരണം അദ്ദേഹത്തിന് ഒരു ഇന്ത്യൻ ഹെറിറ്റേജ് ഉണ്ട്. പക്ഷെ അങ്ങനെ അദ്ദേഹം ഒരു ഇന്ത്യക്കാരനല്ല, ഈസ് അമേരിക്കൻ പൗരൻ, അമേരിക്കൻ സിറ്റിസൺ. ഇവിടെയാണ് കഴിഞ്ഞ 27 വർഷമായിട്ട് ഉണ്ടായിരുന്നത്. അപ്പൊ അതൊരു ക്ലാരിറ്റി തരാൻ ആഗ്രഹിക്കുകയാണ്. മൂന്നാമതായിട്ട് നിർമ്മൽ പറഞ്ഞ പോയിന്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതായത് ന്യൂയോർക്ക് സിറ്റിക്ക് മേയർക്ക് അവർക്ക് അവരുടേതായ ഒരു അധികാര പരിധിയുണ്ട്, എന്നാൽ ചില കാര്യങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ ലെയർ എന്ന് പറയുന്നത് ന്യൂയോർക്ക് സ്റ്റേറ്റിന്റെ ഗവർണറാണ്. അപ്പോൾ ഗവർണർ കാതി ഹോച്ചൽ ഫോർച്ചുനേറ്റ്ലി മംതാനിയുടെ ഒരു സപ്പോർട്ടറാണ്, ഏർലി ആയിട്ട് ഓപ്പൺ ആയിട്ട് വന്ന ആളാണ്, സപ്പോർട്ടായിട്ട് വന്ന ആളാണ്. സോ അതൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും മംതാനിയുടെ പോളിസികൾ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട്. എന്നാൽ തേർഡ് ലെയർ ഡൊണാൾഡ് ട്രംപിന്റെ പ്രസിഡന്റ് എന്നുള്ള രീതിയിലുള്ള ആ ഒരു ഫണ്ടിങ്ങും മറ്റു കാര്യങ്ങൾക്കും ഒരു തട വന്നേക്കാം. എന്നാൽ ഇവിടെ ഒരു ഒരു കിങ് അല്ല ഭരിക്കുന്നത്, കിങ് ആണ് ഭരിക്കുന്ന അങ്ങനെ ഒരു വേർഷൻ വന്നാൽ പോലും അങ്ങനെ ഒരു വേർഷൻ അല്ല ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ റൺ ചെയ്യുന്നത്. അപ്പൊ ചില പോളിസികൾ ഫെഡറൽ ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ആക്കാൻ നോക്കിയാൽ പോലും അവിടെയും ഒരു ചെക്ക് ആൻഡ് ബാലൻസ് ഉണ്ട് US കോൺഗ്രസും US സെനറ്റും. അതുകൊണ്ടാണ് എന്തുമാത്രം ഈ US സെനറ്റിൽ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സീറ്റിന് വേണ്ടിയിട്ട് ഇത്രയും മത്സരപ്പെടുത്തുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരാണ് മിക്കവാറുള്ള കാര്യങ്ങൾ പ്രസിഡന്റ് ഡിക്ലെയർ ചെയ്ത് പോയാലും അതിന് ചെക്ക് ആൻഡ് ബാലൻസ് ചെയ്ത് വേണോ വേണ്ടോ എന്ന് അൾട്ടിമേറ്റ് തീരുമാനിക്കുന്നത് അങ്ങനെയാണ്. എന്നാൽ ട്രംപ് അതിനെ മറികടക്കാൻ പലപ്പോഴും നോക്കുന്നുണ്ട്. പക്ഷെ അത് എവിടെ വരെ ആയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിട്ടില്ല എന്നതിന്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോഴത്തെ ഷട്ട് ഡൗൺ പോലും. 35-36 ദിവസം ആകുമ്പോൾ പോലും ട്രംപ് പറയുന്നത് നമുക്ക് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞാലും അതൊരു സ്റ്റാൻഡ് സ്റ്റിൽ ആണ്. കാരണം പോളിസി മേക്കിംഗ് ആ ഒരു ഗവർണിംഗ് ബോഡിക്ക് US സെനറ്റിനും അല്ലെങ്കിൽ കോൺഗ്രസിനും വലിയൊരു അധികാരമുണ്ട്, ഒരു കൺട്രോൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പം ചില കാര്യങ്ങൾ മംതാനി പറഞ്ഞ പോലെ അദ്ദേഹത്തിന് നടക്കാനുള്ള ഒരു റൈറ്റ് ന്യൂയോർക്ക് ഗവർണർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ന്യൂയോർക്കിന്റെ മേയർ എന്ന നിലയിൽ ഗവർണറോട് സഹകരിച്ചുകൊണ്ട് ചില കാര്യം ചെയ്യാൻ പറ്റും. ചില കാര്യങ്ങൾക്ക് വലിയൊരു കൺഫ്യൂഷൻ വന്നേക്കാം എന്നൂടെ എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. പോളിസിയുടെ കാര്യം പറയുമ്പോൾ എനിക്ക് യഥാർത്ഥ ചോദ്യത്തിലേക്ക് വരികയാണ്. ഇതൊരു മിക്സ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ആന്റി ജൂയിഷ് അല്ലെങ്കിൽ അങ്ങനെ ഒരു എക്സ്ട്രീം ഒരു നിലപാട് മംതാനി എടുത്തിരുന്നു. എന്നാൽ സർപ്രൈസിംഗ് ആയിട്ട് നമുക്ക് കാണേണ്ടത് ഏകദേശം 33% ജൂയിഷ് വോട്ടുകളും മംതാനി നേടി എന്നുള്ളതാണ്. അത് വളരെ സർപ്രൈസിംഗ് ആയിരുന്നു. ഞാൻ വിചാരിച്ചു വല്ല 5-10% വല്ല ജൂയിഷ് വോട്ട് അദ്ദേഹത്തിന് കിട്ടുന്നുള്ളൂ. കാരണം അതുപോലെ തന്നെ എക്സ്ട്രീം ആയിട്ട് ബെഞ്ചമിൻ നെതന്യാഹുവും ഇസ്രായേലിന്റെ പോളിസികൾക്കെതിരെയൊക്കെ ആയിട്ട് വളരെ വോക്കലായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഒന്നത്. രണ്ടാമത്തേത്, പലപ്പോഴും നമ്മൾ ഇന്ത്യക്കാരനാണ് നമ്മൾ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാലും എനിക്ക് ഒരു കാര്യയുടെ അതിനകത്ത് സൂചിപ്പിക്കാനുള്ളത് ഇതാണ്, ആ ഇന്ത്യൻ ഒറിജിൻ ആൾക്കാരുടെ വലിയൊരു സപ്പോർട്ട് മംതാനിക്ക് ഇല്ലായിരുന്നു എന്നുള്ളതാണ് വസ്തുത. അത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി അദ്ദേഹം എങ്ങനെ ഇസ്രായേലിനെതിരെ വളരെ സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്നോ അതേ ആ ഒരു സ്ട്രോങ്നെസ് ഇന്ത്യക്കെതിരെ അല്ല പ്രൈം മിനിസ്റ്റർ മോദിക്കെതിരെ ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ ഒരു ഗുജറാത്ത് കണക്ഷൻ ഉണ്ട്. ഗുജറാത്ത് കണക്ഷനിൽ പ്രത്യേകിച്ച് 2003 റയോട്ട്സ് ഒക്കെ നടന്നപ്പം എനിക്ക് തോന്നുന്നു ആ സമയത്തൊക്കെ അവിടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിനെപ്പറ്റി നല്ല ഫീലിംഗ് ഉള്ള ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് അവരുടെ ഫാമിലി എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പൊ അതിൽ നിന്ന് ഈ പ്രൈം മിനിസ്റ്റർ മോദിയോടുള്ള ഒരു എതിർപ്പ് അദ്ദേഹം പലപ്പോഴും ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പല ക്യാമ്പയിനിലും. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലുള്ള ഒരു പ്രത്യേക ഒരു സെഗ്മെന്റ് ഓഫ് ആൾക്കാർ അദ്ദേഹത്തിന് സപ്പോർട്ട് ഇല്ലായിരുന്നു എന്ന് കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം ഞാൻ ചില മീഡിയയിലൊക്കെ വരുന്നത് കണ്ടു, മംതാനി ഒരു എക്സ്ട്രീം കമ്മ്യൂണിസ്റ്റ് ആണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിജയമാണ് എന്നൊക്കെ പറയുന്നത് അത് ജസ്റ്റ് ടോട്ടൽ BS എന്ന് പറയാൻ പറ്റത്തുള്ളൂ. കാരണം അങ്ങനെ ഒരു സംഭവം ഇവിടെ ഇല്ല. ഒരു സോഷ്യലിസ്റ്റ് ആണ് അദ്ദേഹം, ഒരു എക്സ്ട്രീം കമ്മ്യൂണിസ്റ്റ് ഒന്നും അല്ല. എതിരാളികളെ അങ്ങനെ പറഞ്ഞു വരുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് എന്നാണ് അദ്ദേഹം സ്വയം വിശേഷിപ്പിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തൻ എന്ന് ട്രംപ് അദ്ദേഹത്തെ ആക്ഷേപിക്കുമ്പോൾ പോലും അതിന് മറുപടി പറയുന്നത് താൻ ഒരു ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇവിടെ കമ്മ്യൂണിസ്റ്റുകൾ ആ രീതിയിൽ ഒരു വിജയമായി ആഘോഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറുഭാഗത്ത് ഒരു ഇന്ത്യൻ വംശജൻ ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമ്പോൾ ഇതിനു മുൻപ് അത്തരം ഇന്ത്യൻ വംശജരുടെ വിജയം ആഘോഷിച്ചതുപോലെ അതിനെ ഉൾക്കൊള്ളാൻ കഴിയാതെ മാറി നിൽക്കുന്ന ഒരു വിഭാഗവും ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ശ്രീ MS വേണുഗോപാൽ, നമ്മൾ പലപ്പോഴും ഇവിടെ ഇന്ത്യൻ വംശജർ മറ്റ് നാടുകളിൽ നേടുന്ന രാഷ്ട്രീയമായിട്ടുള്ള വിജയങ്ങളൊക്കെ വലിയ രീതിയിൽ ആഘോഷിക്കുമ്പോൾ മംതാനിയുടെ കാര്യത്തിൽ ഒരു വിയോജിപ്പ് അല്ലെങ്കിൽ അത് അത്രയും ആഘോഷിക്കപ്പെടേണ്ടതല്ല, ചേർത്ത് നിർത്തേണ്ടതല്ല എന്നൊരു തോന്നൽ ഉണ്ടായിപ്പോകുന്നത് എന്തുകൊണ്ടാണ്? ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള ട്രംപിനെതിരെയൊക്കെ വളരെ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു വന്നിട്ടുള്ള വ്യക്തിയാണ് മംതാനി. അത് പലസ്തീൻ വിഷയത്തിൽ ഉൾപ്പെടെ ശക്തമായ നിലപാടുകൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. ഈ പറയുന്നത് പോലെ ജനങ്ങൾക്കൊപ്പം
ജനങ്ങളുടെ ക്ഷേമം, വെൽഫെയർ പൊളിറ്റിക്സ് പറയുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എന്തൊക്കെ ഘടകങ്ങളാണ് മംദാനിയെ ഇന്ത്യൻ വംശജനായിട്ട് പോലും അദ്ദേഹത്തിൻ്റെ വിജയം ഈ രീതിയിൽ ആഘോഷിക്കേണ്ടതില്ല എന്ന രീതിയിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു തോന്നൽ നമുക്കിടയിൽ ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്കിടയിൽ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ പറഞ്ഞോളൂ. അല്ല, അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇന്ത്യക്കാർ ലോകത്ത് എവിടെയുണ്ടോ അവരെല്ലാം വളരെയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളാണ് നരേന്ദ്രമോദി. ആ നരേന്ദ്രമോദിയെ മംദാനി വിളിക്കുന്നത് വാർ ക്രിമിനൽ എന്നാണ്. അത് വളരെ ശക്തമായ ഭാഷയായിപ്പോയി. അത് ഒരിക്കലും അത്തരത്തിൽ ഒരു അഭിസംബോധന പാടില്ലായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ഇന്ത്യൻസ് അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ അവരെയൊക്കെ നോവിക്കുന്ന വിധത്തിലുള്ള ഒരു പ്രസ്താവനയായിപ്പോയി. അതുപോലെ തന്നെ ഈ നേരത്തെ സജിമോൻ പറഞ്ഞ പോലെ ഗുജറാത്ത് കലാപം അടക്കം ഉള്ള കാര്യങ്ങൾ അദ്ദേഹം ഓവർ എംഫസൈസ് ചെയ്ത് പറയാറുണ്ട്. അതും പലർക്കും ഫാക്ച്വലി അത് കറക്റ്റ് അല്ലാത്ത പലതും അവിടെ പറയുന്നു എന്നൊരു തോന്നലുണ്ട്. അതുപോലെ നരേന്ദ്രമോദിയെ നെതന്യാഹുവിനെ പോലെ വാർ ക്രിമിനൽ ആണ് എന്ന് പലപ്പോഴും അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇന്ത്യയോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരായ നെതന്യാഹു, ഈ ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഉൾപ്പെടെയുള്ളവരെ പറയുന്നത് ഇവരൊക്കെ വാർ ക്രിമിനൽ എന്ന നിലയ്ക്ക് ഇന്റർനാഷണൽ കോർട്ട് അറസ്റ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചത് വളരെ നല്ല കാര്യമാണ്. അതുപോലെ തന്നെ പുടിനെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത് നല്ല കാര്യമാണ്. ഇങ്ങനെയൊക്കെ ഒരു റേസിസ്റ്റിന്റെ മോഡലിലൊക്കെ ചില സന്ദർഭങ്ങളിൽ സംസാരിക്കുന്നതായിരിക്കാം ഒരുപക്ഷെ ഈ ഇന്ത്യൻ വംശജർക്ക് വളരെയധികം വേദന ഉണ്ടാക്കിയിട്ടുള്ളത്. അത് തന്നെയായിരിക്കും ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഈ പോപ്പുലാരിറ്റിക്ക് ഇടയിലും പലർക്കും അങ്ങ് പൂർണ്ണമായിട്ടും ഒരു ഇന്ത്യൻ വംശജൻ എന്ന നിലയിൽ ആഘോഷിക്കുവാനായിട്ട് ഒരുപക്ഷെ ഋഷി സുനകിനെയൊക്കെ ആഘോഷിച്ചതുപോലെ ഉൾക്കൊള്ളാൻ പറ്റാത്തത്. ഒരിക്കലും ഋഷി സുനകനുമായിട്ട് കമ്പയർ ചെയ്യാനേ പറ്റില്ല. സുനകൻ എന്ന് പറയുന്നത് ഇന്ത്യൻ പാരമ്പര്യത്തെയും ഇന്ത്യയുടെ ഭാരതീയ സംസ്കാരത്തെയും അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്ര നേതാക്കളെയെല്ലാം പൂർണ്ണമായും ബഹുമാനിച്ചുകൊണ്ടുള്ള ഒരു നടപടിയും ഒരു സംസാരവുമാണ് ഉണ്ടായിരുന്നതെങ്കിൽ അതിന് തികച്ചും വിരുദ്ധമായതാണ് മംദാനിയുടെ സ്റ്റൈൽ വന്നിട്ടുള്ളത്. അത് തന്നെയാണ് ഒരുപക്ഷെ അമേരിക്കൻ ഇന്ത്യൻസിന്റെ ഇടയിൽ ഇത്രയധികം അദ്ദേഹത്തിനോട് ഒരു മമത കുറവ് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നാൽ പോലും അദ്ദേഹത്തിന് ഈ വിജയം ലഭിക്കാനായിട്ട് ഇന്ത്യൻസിന്റെ വോട്ട് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത്രയും 50% മേൽ വരുന്ന ഒരു വിജയം നേടാൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പാണ്. എന്തായാലും അപ്പോ ഇന്ത്യൻ വംശജനാണോ അല്ലയോ എന്നുള്ളതല്ല, അവർ ഉയർത്തുന്ന പൊളിറ്റിക്സ് എന്താണ്, അവരുടെ വിയോജിപ്പുകൾ എവിടെയാണ്, എങ്ങനെയാണ് എന്ന് നോക്കിക്കൊണ്ടാണ് പിന്തുണ എന്ന കാര്യം ഉറപ്പിക്കുകയാണ് ഈ സമീപനങ്ങൾ. ഓക്കെ, പകുതി അദ്ദേഹം ഇന്ത്യൻ വംശജനാണ്, സംശയമൊന്നുമില്ല. പകുതി അദ്ദേഹം ആഫ്രിക്കൻ ആണെങ്കിൽ പോലും. ശരി, ശ്രീ നിർമ്മൽ എബ്രഹാം, ഈ വിഷയത്തിൽ താങ്കൾക്ക് താങ്കളുടെ അഭിപ്രായം രേഖപ്പെടുത്താം. അതോടൊപ്പം തന്നെ ഇന്ന് അമേരിക്കൻ സുപ്രീം കോടതി താരിഫ് വിഷയത്തിൽ ട്രംപിന്റെ നിലപാടുകൾ, ട്രംപിന് അത്തരം ഒരു നിലപാടെടുക്കാനുള്ള അവകാശമുണ്ടോ ഇല്ലയോ എന്നത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത്. ഒരു ഇടക്കാല തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സാഹചര്യം അമേരിക്കയെ സംബന്ധിച്ചുണ്ട്. മംദാനിയുടെ വിജയം മാത്രമല്ല, പൊതുവെ തെരഞ്ഞെടുപ്പ് ഫലം എന്നത് റിപ്പബ്ലിക്കൻസിന് ഒട്ടും അനുകൂലമല്ല എന്നൊരു സാഹചര്യമാണ് കാണുന്നത്. അപ്പോൾ ട്രംപിനെ സംബന്ധിച്ച് ഇതൊരു തിരുത്തിനുള്ള പാഠം ഉൾക്കൊള്ളേണ്ടെന്ന അവസരമായാണോ താങ്കൾ കാണുന്നത്? ഞാനത് പറയാൻ പാടില്ല. ഞാൻ യൂഷ്വലി ട്രംപിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ്. പോത്തിനോട് വേദം മോദിയിട്ടൊരു കാര്യമില്ല എന്ന് പറയുന്ന പോലെ ട്രംപിനോട് ഈ ഒരു കാര്യം കൊണ്ടൊന്നും ട്രംപ് മാറാൻ പോകുന്നില്ല. ഇവര് ഇലക്ഷൻ നടന്നു, പുള്ളി അതിനൊരു ഇന്റേണൽ ഇഷ്യൂ ആയിട്ടാണ് കാണുന്നത്. പുള്ളി മംദാനി ഒരു കമ്മ്യൂണിസ്റ്റ് ആയിട്ടാണ് കാണുന്നത്. അപ്പൊ എക്സ്ട്രീം തീവ്ര ഇടതുപക്ഷം നുഴഞ്ഞു കയറുന്നു എന്നുള്ളൊരു വാദം മാത്രമേ പുള്ളിക്കുള്ളൂ. അതിൻ്റെ അകത്ത് ട്രംപ് ഒരിക്കലും ടാരിഫുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനെ അസോസിയേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പോലും ഞാൻ വിചാരിക്കുന്നില്ല. എങ്കിലും അദ്ദേഹത്തിന് ആശ്വാസമായ കാര്യം ഇപ്പൊ ചൈനയുമായിട്ട് ഉള്ള, നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ചയിൽ ഇരുന്ന കാര്യമാണ്, ചൈനയുമായിട്ടുള്ള ഡീലിൽ കുറച്ചൊക്കെ വിട്ടുവീഴ്ച ചൈന ചെയ്തത് ചെറിയൊരു ആശ്വാസമായി വന്നതുകൊണ്ട് ഇന്ത്യയുടെ കേസ് ഇപ്പോഴും എനിക്ക് തോന്നുന്നില്ല ഉടനെ ഒത്തുതീർപ്പായി പോകുന്നുള്ളത്. ഇനി മംദാനിയുടെ കേസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഞാൻ അദ്ദേഹത്തിന്റെ ക്യാമ്പയിൻ ആദ്യ സമയം മുതൽ പ്രൈമറീസിൽ ഇദ്ദേഹം എത്തുമ്പോൾ എന്നെ ആദ്യമായിട്ട് എൻ്റെ ഒരു സുഹൃത്ത് ഇദ്ദേഹത്തിന്റെ മ്യൂസിക് വീഡിയോ അയച്ചു തന്നിട്ടാണ് ഇയാള് മേയർ ആകാൻ നിൽക്കുന്നു എന്ന് പറയുന്നത്. അന്ന് മുതൽ ഞാൻ ഫോളോ ചെയ്യുന്നതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ഒരുപക്ഷെ അദ്ദേഹത്തിന് വോട്ടുകൾ കിട്ടാനുള്ള കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞു മൈക്കിൾ ബ്ലൂംബർഗ് ഒറ്റ ട്രാൻസാക്ഷനിൽ $8 മില്യൺ കൊടുത്തു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മംദാനിക്ക് വേണ്ടി ഡോറുകളിൽ പോയി മുട്ടി
ഫോൺ എടുത്ത് വിളിച്ച് സ്ട്രീറ്റിൽ വെയിറ്റ് ചെയ്ത് ഫ്ലയേഴ്സ് കൊടുത്തത് ഇഷ്ടം പോലെ വരുന്ന ചെറുപ്പക്കാരാണ് ന്യൂയോർക്കിലുള്ളത്. 100,000-ഓളം 10,000 തുടങ്ങി 10,000-ആയി 90,000-ആയി ഇലക്ഷൻ ദിവസത്തിന് മുന്നേ 100,000 ആളുകളാണ് ഇദ്ദേഹത്തിന് വേണ്ടി വോളണ്ടിയർ ചെയ്തത്. അപ്പൊ ആ വോളണ്ടിയർ ചെയ്തുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഒരു പ്രതിനിധി എന്നുള്ള ഇമേജ് സൃഷ്ടിക്കാൻ സാധിച്ചു. പക്ഷെ അവിടെ വേറൊരു പ്രശ്നമുള്ളത്, DSA എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്, ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് ഓഫ് അമേരിക്ക. അതായത് അമേരിക്കയിലെ ഏറ്റവും വലിയ സോഷ്യലിസ്റ്റ് സംഘടനയാണ്. ആ സംഘടനയിലെ ഏറ്റവും പ്രമുഖരായ നേതാക്കളിൽ ഒരാളാണ് സോഹ്റാൻ മംദാനി. ഒരു വർഷമായിട്ടല്ല, പല വർഷങ്ങളായിട്ട് അദ്ദേഹമാണ്. അപ്പോൾ ഒരു ആക്ടിവിസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പൊ ഈ DSA ഈ പറയുന്ന 100,000-ഓളം വരുന്ന വോളണ്ടിയേഴ്സിനെ സംഘടിപ്പിക്കാൻ മംദാനി ഒറ്റയ്ക്കല്ല പോയത്. DSA ആണ് അദ്ദേഹത്തിന് സംഘടിപ്പിച്ചു കൊടുത്തത്. അദ്ദേഹത്തിന് വേണ്ടി ക്യാമ്പയിൻസ് നടത്തിയത്, സോഷ്യൽ മീഡിയ കൊളാബറേഷൻസ് നടത്തിയത്, പല കോalitions റെഡിയാക്കി കൊടുത്തത്. അപ്പൊ അങ്ങനെ വരുമ്പം ഈ ഇദ്ദേഹം മേയറായിട്ട് കയറുമ്പോൾ ഈ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് ഓഫ് അമേരിക്ക എന്ന് പറയുന്ന സംഘടന, പൊളിറ്റിക്കൽ അസോസിയേഷൻ അല്ല എന്ന് പറയുന്ന സംഘടന, അദ്ദേഹത്തോട് അവരുടെ ഡിമാൻഡ്സ് മുന്നോട്ട് വെക്കാൻ സാധ്യതയുണ്ട്. അവരുടെ ഡിമാൻഡ്സ് എന്താണെന്ന് അവരുടെ വെബ്സൈറ്റിലൊക്കെ പോയി വായിച്ചു കഴിഞ്ഞാൽ അറിയാം. അവർക്ക് ക്യാപിറ്റലിസം ഓവർത്രോ ചെയ്യുക എന്നുള്ളതാണ് ഡിമാൻഡ്. അതൊരിക്കലും എനിക്ക് തോന്നുന്നു മംദാനിയെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. 1. 2, നേരത്തെ ശ്രീ സജിമോൻ ആന്റണി സൂചിപ്പിച്ചത് ശരിയായ ഒരു കാര്യമാണ്. ക്രിസ്റ്റി ഹോക്കിൾ അവസാനം സപ്പോർട്ട് ചെയ്തെങ്കിലും ഒരു ചെറിയ സാധ്യത അവിടെ കാണുന്നത് ആന്റോണിയോ ഡെൽഗാഡോ എന്ന് പറയുന്ന അദ്ദേഹത്തിന് ഇപ്പൊ തന്നെ പ്രൈമറീസിൽ മത്സരിക്കുന്ന അടുത്ത ഗവർണർ അയക്കാം എന്ന് കരുതുന്ന ആളുണ്ട്. അവിടെയാണ് മംദാനി തിരിച്ചെന്ത് അപ്രോച്ച് എടുക്കും എന്നുള്ളത് കാത്തി ഹോക്കിൾ നോക്കും. കാരണം അടുത്ത പ്രൈമറീസിൽ അടുത്ത വർഷം വീണ്ടും കാത്തി ഹോക്കിളുടെ സ്ഥാനം അടുത്ത വർഷം മാറാം. ആ സമയത്ത് മംദാനി എന്താണ് ഇവരെ എൻഡോസ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് തീർച്ചയായിട്ടും അവർ നോക്കുന്ന ഒരു കാര്യമായിരിക്കും. എൻഡോസ് ചെയ്യാതെ ആന്റോണിയോ ഡെൽഗാഡോ എന്ന് പറയുന്ന ആൾ കുറച്ചുകൂടെ ഇടത് വശത്തോട്ട് ചാഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഒരു പക്ഷേ ഡെൽഗാഡോയാണ് മംദാനി സപ്പോർട്ട് ചെയ്യുന്നത്, എൻഡോസ് ചെയ്യുന്നത്, സ്പീച്ചുകൾ മെൻഷൻ ചെയ്യുന്നെങ്കിൽ കാത്തി ഹോക്കിളിന്റെ തീരുമാനങ്ങൾ ഒരു പക്ഷേ അതിനെ ബേസ് ചെയ്താകാം. അത് മാത്രമല്ല, കാത്തി ഹോക്കിളിന് സ്ട്രിങ്സ് ഒന്നും അറ്റാച്ച്ഡ് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഏതൊരു വലിയ സിറ്റിയിലെ ഗവൺമെന്റിനെ എടുത്താലും, ഇപ്പൊ നമ്മുടെ ഇന്ത്യ എടുത്തു, ഏത് രാജ്യത്ത് തന്നെയാണ് സിറ്റുവേഷൻ, വലിയ ബിസിനസ്സുകാർക്ക് തീർച്ചയായിട്ടും ഗവൺമെന്റിന് മേൽ ഒരു ഹുക്കുണ്ട്. ആ ഹുക്ക് വിട്ട് മംദാനിക്ക് ഈ പറയുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. പിന്നെ ഇന്ത്യൻ എന്നുള്ള കേസിൽ ഇപ്പൊ ഇന്ത്യക്കാരൻ അല്ല, ഇന്ത്യൻ റൂട്ട്സ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുഗാണ്ടയിൽ ജനിച്ച് അമേരിക്കയിൽ വളർന്ന പകുതി ഇന്ത്യൻ പേരൻസ് ഉള്ള ഒരു വ്യക്തി എന്നേ പറയാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ നമ്മൾ അത്രയധികം ആഘോഷിക്കാത്തത്. രണ്ടാമത് കാരണം നേരത്തെ 2 കൂട്ടരും സൂചിപ്പിച്ച പോലെ ശ്രീ നരേന്ദ്രമോദിക്കെതിരെ അദ്ദേഹം ഉപയോഗിച്ച വാക്കുകൾ, അതെനിക്ക് തോന്നുന്നത് ന്യൂയോർക്ക് മേയറൽ റേസ് നടക്കുന്നുണ്ട്. അദ്ദേഹം നാളെ അമേരിക്കൻ പ്രസിഡന്റ് ആകാൻ മത്സരിച്ച ഒരിക്കലും അങ്ങനെ പറയില്ല. കാരണം അദ്ദേഹത്തിന് എല്ലാവരുടെയും വോട്ട് വേണം. ന്യൂയോർക്കിൽ അദ്ദേഹത്തിന്റെ പോപ്പുലേഷൻ അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം, ഡെമോഗ്രഫി അറിയാം, ചെറുപ്പക്കാരാണ്, കൂടുതലും ഇടതുപക്ഷ ചിന്താഗതിയുള്ള ഒരുപാട് ചെറുപ്പക്കാർ വളർന്നു വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് പ്ലീസ് ചെയ്യുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ DSA ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് ഓഫ് അമേരിക്കയൊക്കെ പ്ലീസ് ചെയ്യുന്ന രീതിയിൽ ഉള്ള കമന്റ്സേ ഇപ്പോൾ അദ്ദേഹം മേയറായിട്ട് മത്സരിക്കും അദ്ദേഹം മുന്നോട്ട് വിടുള്ളൂ. ഒരു പക്ഷേ പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് ആകുമ്പോൾ മോദിയുടെ കാര്യത്തിൽ അല്പം കൂടെ ഡിപ്ലോമാറ്റിക് ആയിട്ട് സംസാരിക്കാൻ തയ്യാറുണ്ട്. ഒരു കാര്യം കൂടെ പറയാം, മംദാനിയുടെ കേസിൽ എനിക്ക് പക്ഷെ 1-2 കാര്യങ്ങളിൽ ചെറിയ സംശയം നിൽക്കുന്നത്. എത്രത്തോളം ജെനുവിൻ ആണ്, വളരെ കരിസ്മാറ്റിക് ആണ്, പക്ഷെ കരിസ്മാറ്റിക് ആയിട്ടുള്ള എല്ലാവരും ജെനുവിൻ ആണോ എന്ന് പറയാൻ പറ്റില്ല. ചില കാര്യങ്ങളിൽ മംദാനി ഫ്ലിപ്പ് ഫ്ലോപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു കൺസിസ്റ്റൻസി, ട്രംപിന്റെ കാര്യത്തിൽ ഒന്നേ ഉള്ളൂ, ട്രംപ് മിക്കവാറും തുറന്നടിച്ച് പറയുമെങ്കിലും കൺസിസ്റ്റന്റ് ആണ്, അദ്ദേഹത്തിന്റെ വ്യൂസ് ഒക്കെ പൊതുവെ കൺസിസ്റ്റന്റ് ആണ്. മംദാനി 2020 ഒരു ട്വീറ്റ് ഇട്ടിരുന്നു. 2020 ന്യൂയോർക്ക് സിറ്റിയൊക്കെ കത്തുന്ന സമയത്ത് ന്യൂയോർക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ ഇല്ലാതാക്കണം, അവരെ ഡിസ്മാൻഡിൽ ചെയ്ത് കളയണം, ഇവന്മാരാണ് ഈ ന്യൂയോർക്ക് തകർക്കുന്നത്, ശരിക്കും മനുഷ്യരല്ല, ന്യൂയോർക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ന് ട്വീറ്റ് ഇട്ട വ്യക്തിയാണ് മംദാനി. പിന്നീട് അതിനെക്കുറിച്ച് ചോദ്യം ചെയ്തപ്പോൾ അതെനിക്ക് അന്ന് ദേഷ്യം വന്നപ്പോൾ ഞാൻ ഇട്ടതാ, ഇപ്പൊ എനിക്ക് റീഫണ്ട് ചെയ്യണമെന്നൊന്നും ഇല്ല എന്ന് പറഞ്ഞൊരു മാറ്റം പറഞ്ഞു. ഡീക്രിമിനലൈസേഷൻ, ഇപ്പം ചെറിയ ക്രൈം മുതൽ വലിയ ക്രൈമുകൾ വരെ, ഒരു എക്സാമ്പിൾ ഇപ്പൊ പ്രോസ്റ്റിറ്റ്യൂഷൻ മുതൽ വലിയ ക്രൈമുകൾ വരെ പലതും ഡീക്രിമിനലൈസ് ചെയ്യണം. ആരും ക്രിമിനൽസ് അല്ല, ജീവിത സിറ്റുവേഷൻ കൊണ്ട് ചെയ്യുന്നത്, അതുകൊണ്ട് സിറ്റീസിലൊന്നും അങ്ങനെ ക്രിമിനൽസ് എന്ന് വിളിക്കാൻ പറ്റില്ല, പുതിയ ജയിലുകളൊന്നും പണിയണ്ട എന്ന് പറഞ്ഞിരുന്ന ആള് ഇപ്പൊ വന്ന് പതുക്കെ വോട്ടിങ്ങിലോട്ട് എടുത്തപ്പോഴത്തേക്കും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, നമ്മൾ ഡീക്രിമിനലൈസേഷന്റെ കാര്യമൊക്കെ പിന്നീട് ആലോചിക്കാം എന്ന് പറഞ്ഞ് കുറച്ചുകൂടെ മോഡറേറ്റ് ആവുന്നു. അപ്പൊ അങ്ങനെയുള്ള ഈ ചായ വരുമ്പം യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന്റെ ഐഡിയോളജി എന്താണ് എന്നുള്ളത് വരും ദിവസങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. എനിക്ക് പെട്ടെന്ന് നിർമ്മല് പറഞ്ഞ കറക്റ്റ് ആണ്. എങ്കിൽ പോലും എല്ലാ പൊളിറ്റീഷ്യനും ചെയ്യുന്നതാണ്. അവര് ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് 1-2 മിസ്റ്റേക്കുകൾ ചെയ്തിട്ടുണ്ട്. നല്ല പൊളിറ്റീഷ്യൻസ് അവർ അക്സെപ്റ്റ് ചെയ്യും. അപ്പൊ ഈ കേസിൽ മംദാനിയും അത് അക്സെപ്റ്റ് ചെയ്ത് ആ ഒരു ട്വീറ്റിനെ അപ്പോളജൈസ് ചെയ്തിട്ടുണ്ടെന്ന് ട്രംപ് ഇന്ന് പറയുന്നത് നാളെ ചോദിച്ചാൽ ട്രംപ് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്ന ആളാണ്.
ഒന്നുകൂടെ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ആദ്യമായിട്ടാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു ഇലക്ഷൻ അക്സെപ്റ്റ് ചെയ്തത്. 2020 തോറ്റിട്ടില്ല 4 വർഷം പുള്ളി പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇന്ന് കാലത്തെ അക്സെപ്റ്റ് ചെയ്തത് റിപ്പബ്ലിക്കൻ. കൺസിസ്റ്റൻസി കാണിച്ചു, അതാണ്. എന്തായാലും തോൽവി ട്രംപ് തന്നെ സമ്മതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നത് വാസ്തവമാണ്. ശ്രീ സജിമോൻ ആന്റണി, ഞാൻ താങ്കളിലേക്ക് തന്നെയാണ് വന്നത്. നോക്കൂ, ഇവിടെ ഇപ്പോൾ ഈ കൺസർവേറ്റീവ് ഡെമോക്രാറ്റുകൾ പോലും പറയാത്ത നിലപാടുകൾ അല്ലെങ്കിൽ വാഗ്ദാനങ്ങൾ ഒക്കെ മംദാനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്യാപിറ്റലിസ്റ്റുകളെ നേരിട്ടു, വൻ റിയൽ എസ്റ്റേറ്റ് മാഫിയകളെ നേരിട്ട്, ബില്യണേഴ്സിനെ നേരിട്ടൊക്കെയാണ് മംദാനി അവിടെ വിജയം സ്വന്തമാക്കുന്നത്. അപ്പോൾ അവരെയും നേരിടാം എന്നത് സംബന്ധിച്ചൊരു ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിൻ്റെ വിജയം എന്തായാലും വഴിവെക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ഡെമോക്രാറ്റുകൾക്കിടയിൽ തന്നെ 2 പക്ഷമുണ്ടല്ലോ, അവർക്കിടയിൽ മംദാനിയുടെ വിജയം ഉണ്ടാക്കാൻ പോകുന്ന ചേഞ്ചസ് എന്തൊക്കെയായിരിക്കും? പോളിസി മാറ്റേഴ്സിൽ ഉൾപ്പെടെ മംദാനിയുടെ വിജയം വലിയ സ്വാധീനം ചെലുത്താനുള്ള സാധ്യതയുണ്ടോ? ഒരു പരിധിവരെ ആൻസർ യെസ് ആണ്. ഞാനൊരു ക്ലാരിറ്റി പറയാം ഇതിനകത്ത്. ഇപ്പൊ ഈ റെന്റ് ഫ്രീസ്, ഗ്രോസറി സ്റ്റോറുകൾ, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഫ്രീ, ഇതിനകത്ത് ഈ റെന്റ് ഫ്രീസ് ഒക്കെ ഇതിന് മുമ്പും ഉണ്ടായിട്ടുണ്ട്. മേയർ ഡബ്ലസിയുടെ സമയത്താണെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹവും ഈ ഒരു 4 വർഷത്തേക്ക് അത് ഫ്രീസ് ചെയ്തായിരുന്നു. ആ സമയത്തും ഈ ഇൻഫ്ലേഷൻ അല്ലെ പണപ്പെരുപ്പ് അല്ലെങ്കിൽ അഫോർഡബിലിറ്റി വലിയൊരു മുദ്രാവാക്യമായിരുന്നു ഇലക്ഷൻ സമയത്ത്. സോ ഹി ഡിഡ് ദാറ്റ് അറ്റ് ദാറ്റ് ടൈം സക്സസ്ഫുള്ളി, നമ്പർ 1. നമ്പർ 2, ഈ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ ഇതിന് മുമ്പ് വന്നിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹം പറയുന്നത് ഒന്നുകൂടെ ഒരു എക്സ്പാൻസീവ് ആയിട്ട്, ഫ്രീ ആയിട്ട്, ബെറ്റർ ആയിട്ടുള്ള ചെയ്യുമെന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. രണ്ടാമത്, ഇതിന് എവിടെ നിന്നാണ് ഇതിന്റെ ഫണ്ടിങ് വരുന്നത് ചോദിച്ചു കഴിയുന്നത്, എല്ലാവരും പറയുന്നത് സെയിം ആൻസർ ആണ്, വി വിൽ ടാക്സ് ഓൺ ബില്യണേഴ്സ്, ബേസിക്കലി സ്പീക്കിംഗ്. അപ്പൊ ബില്യണേഴ്സ് എന്ന് പറയുമ്പോൾ ആരാണ് ഇതിനകത്ത് ബില്യണേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില ബില്യണേഴ്സ് ടാക്സ് കൊടുക്കുന്നവരാണ്. they don't mind to give another 1% or 2% എന്നുള്ള രീതിയിലാണ്. എന്നാൽ ചില ബില്യണേഴ്സ് അതിന് വേറെ രീതിയിലും പറയാറുണ്ട്. അപ്പം ഏത് ദിശയിലുള്ള ആൾക്കാരാണ് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്താണ്. അപ്പൊ റേസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഒരു പരിധി വരെ റേസ് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് മംദാനിയും അദ്ദേഹത്തിന്റെ റെട്രിക്ക് അല്പം ഒന്ന് കുറച്ച് ഒരു സെൻട്രലിലേക്ക് മാറിയാലും അദ്ദേഹത്തിന്റെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഡെമോക്രാറ്റിക് പാർട്ടിയിൽ വലിയൊരു ഡിസ്കഷനോ അല്ലെങ്കിൽ ഡിബേറ്റ് നടക്കുന്നുണ്ട്. ഏത് റൂട്ടാണ് കറക്റ്റ് റൂട്ട്? മംദാനിയുടെ എക്സ്ട്രീം റൂട്ടാണോ അതോ സെൻട്രൽ ആണോ അതോ എങ്ങനെ ഏത് റൂട്ടിലേക്കാണോ എന്നൊരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് നടക്കുന്നുണ്ട്. സിമിലർ കോൺവെർസേഷൻ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ 2016 പ്രത്യേകിച്ച് 2024 ഉണ്ടായിരുന്നു. റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ ട്രംപ് ഒരു ഔട്ട്സൈഡറാണ്. ഒറിജിനലി ട്രംപ് വാസ് ഡെമോക്രാറ്റിക് പാർട്ടി, പിന്നെ ഇൻഡിപെൻഡന്റ്, പിന്നെ റിപ്പബ്ലിക്കൻ ആയതാണ്, റൈറ്റ്? അപ്പൊ അങ്ങനെ വന്നിട്ട് ആദ്യം പാർട്ടിയെ റെപ്രസെന്റേറ്റ് ചെയ്ത ട്രംപ് ഇപ്പം പാർട്ടി ട്രംപിനെ റെപ്രസെന്റേറ്റ് ചെയ്യുന്നു. ട്രംപിന്റെ പോളിസികൾ പാർട്ടിയുടെ പോളിസികളായി എന്ന് ഒരു ചേഞ്ച് വന്നു എന്ന് പറഞ്ഞു പോണക്ക് അതേ ഡയറക്ഷനിലാണോ ഡെമോക്രാറ്റിക് പോകുന്നത് എന്നാണ് കാണേണ്ടത്. എന്നാൽ എനിക്ക് തോന്നുന്നത് ആ ഒരു ലെവലിലേക്ക് പോകത്തില്ല. കാരണം മറ്റ് സ്റ്റേറ്റിലെ നമ്മൾ നോക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ന്യൂജേഴ്സി നോക്കുക, അല്ലെങ്കിൽ വിർജീനിയ നോക്കുക, കാലിഫോർണിയ നോക്കുക, അപ്പൊ അങ്ങനെയുള്ള സ്റ്റേറ്റുകൾ, പെൻസിൽവേനിയ നോക്കുക. അപ്പൊ ആ ഇലക്ഷൻസ് ഇന്നലെ അവിടെ നടന്നപ്പോഴും അവിടെയൊക്കെ കിട്ടി. ആരാണ് ജയിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെൻട്രൽ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആണ് കൂടുതലും ജയിച്ചു വന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ മജോറിറ്റി ഓഫ് ഡെമോക്രാറ്റ്സ് ആ ഒരു സെന്റർ ലീനിങ് ആണ്, നോട്ട് എക്സ്ട്രീം ലെഫ്റ്റ് വിങ്. ഓഫ് കോഴ്സ് എല്ലാ പാർട്ടിയിലും ഉണ്ട് 5-6 ആൾക്കാർ, അല്ലെങ്കിൽ ഒരു മൈനോറിറ്റി ആൾക്കാർ എക്സ്ട്രീം ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ അത് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കാര്യത്തിൽ സത്യമാണ്, ഈക്വലി സത്യമാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ കാര്യത്തിലും. കാരണം അതിലുകൊണ്ട് എക്സ്ട്രീം റൈറ്റ് ഉണ്ട്. ഇവിടെ ആരും ഇമിഗ്രൻസ് ആരും വരണ്ട, എല്ലാവരും ഇവിടെ പറഞ്ഞു വിടണം, അങ്ങനെയുള്ള എക്സ്ട്രീം റൈറ്റ് വിങ്ങിങ് ഐഡിയോളജി ഉള്ള ഒത്തിരി കാര്യങ്ങൾ 2 സൈഡിലും ഉണ്ട് എന്നിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ് പ്രൊജക്ട് 25. 2024 നമ്മൾ പലതവണ ഡിബേറ്റ് ചെയ്താണ് ട്രംപിന്റെ അജണ്ട പ്രൊജക്ട് 25 ആണോ. ട്രംപ് അതിനെ ഡിനേ ചെയ്യുമായിരുന്നു ഫ്ലാറ്റ് ഔട്ട്, റൈറ്റ്? അതിനുശേഷം ഇപ്പോഴത്തെ പോളിസികൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യം ഇല്ലീഗൽ ഇമിഗ്രൻസിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് പറഞ്ഞ്, പിന്നെ അത് പോളിസി അത് എക്സ്ട്രീം റൈറ്റിലേക്ക് പോയിട്ട് ലീഗൽ ഇമിഗ്രൻസിനെ പോലും ടാർഗറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വന്നു. അപ്പം 2 പാർട്ടിയുടെയും ഈ ഒരു ഡിബേറ്റ് ഇന്ന് തീരാൻ പോകുന്നില്ല. ഇത് ഓൾറെഡി ഉള്ള ഒരു ഡിബേറ്റ് ആണ്. അത് കണ്ടിന്യൂ ടു ഹാപ്പൻ എന്ന് മാത്രമാണ് എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്. ശരി, എന്തായാലും ഇപ്പോഴുണ്ടായിരിക്കുന്ന തോൽവി ട്രംപ് തന്നെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ആ തിരിച്ചടി ട്രംപിനെ മാറ്റുമോ എന്നത് കൂടിയാണ് നമ്മൾ കുറച്ചുകൂടി ആഴത്തിൽ ചർച്ച ചെയ്യേണ്ടത്. ഞാൻ തിരിച്ചെത്താം അതിഥികളിലേക്ക് ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീ MS വേണുഗോപാൽ, ഈ ട്രഷറി നിയന്ത്രണം ഇപ്പോഴും തുടരുന്നത് ഡെമോക്രാറ്റുകൾ അനുകൂലമായി വോട്ട് ചെയ്യാത്ത സാഹചര്യത്തിലാണ്.
ഒരുപക്ഷെ അത് ഇനിയും നീണ്ടുപോകുമോ എന്ന വലിയ ആശങ്കകൾ നിലനിൽക്കുകയാണ്. ട്രംപ് മറ്റ് രാഷ്ട്രങ്ങളുമായി ഇടപെടുന്നത് നോക്കിയാൽ ചൈനയുമായി ഇപ്പോൾ വ്യാപാര കരാറിലേക്ക് എത്തുന്നുണ്ട് എങ്കിൽ പോലും ഉയർന്ന താരിഫ് നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് ഉയർന്ന താരിഫാണ്. വ്യാപാര കരാർ സാധ്യമാകാത്ത സാഹചര്യമുണ്ട്. മറ്റ് രാഷ്ട്രങ്ങളുടെ ആഭ്യന്തരമായ വിഷയങ്ങളിൽ ഉൾപ്പെടെ കടന്നുകയറിയുള്ള ട്രംപിന്റെ അഭിപ്രായ പ്രകടനങ്ങൾ പലരെയും അസ്വസ്ഥപ്പെടുത്തുന്ന സാഹചര്യങ്ങളൊക്കെയുണ്ട്. ട്രംപിനെ സംബന്ധിച്ച് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഒരു സൂചനയാണ്. ട്രംപിന് തന്നെ ആ തോൽവി അംഗീകരിക്കേണ്ടി വരുന്നു. ഇടപാടുകളിൽ, നയങ്ങളിൽ മിതത്വം വേണം. പ്രത്യേകിച്ച് ഈ കുടിയേറ്റ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാടുകൾ അമേരിക്കയിൽ തന്നെ ആഭ്യന്തരമായി വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാക്കുന്നു. അന്താരാഷ്ട്ര തലത്തിൽ മറ്റു രാഷ്ട്രങ്ങളുമായിട്ടുള്ള ഇടപെടലുകളിൽ ഉണ്ടാകുന്ന വിഷയങ്ങളാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയത്. ഒരു മയപ്പെടൽ അല്ലെങ്കിൽ ഒരു തിരുത്ത് ട്രംപിന്റെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കണമോ? നേരത്തെ അതിനുള്ള സാധ്യതകൾ നിർമ്മൽ പൂർണ്ണമായും തള്ളിയതാണ് എങ്കിൽ പോലും. ഞാനും അതേ അഭിപ്രായമാണ്. കാരണം ട്രംപിന്റെ രീതി വെച്ചിട്ട് ട്രംപ് ഒതുങ്ങിക്കൊടുക്കുന്ന ആളല്ല. ഇപ്പൊ തന്നെ അദ്ദേഹം പറയുന്നത് ആൻഡ് സോ ഇറ്റ് ബിഗിൻസ് എന്നാ പറഞ്ഞത്. കളി തുടങ്ങി എന്നുള്ള മട്ടിലാണ്. അപ്പൊ ഇനി അദ്ദേഹം ഒതുങ്ങാനല്ല ഭാവം, അത് നമുക്ക് കളിച്ചു തീർക്കാം എന്നുള്ള മട്ടിലാണ് പറയുന്നത്. അപ്പൊ അത് മംദാനിയും പറഞ്ഞിരിക്കുന്നത് ടേൺ ദ വോളിയം അപ്പ്, ആവശ്യം പോലെ ഒച്ച വെച്ചോളാനാണ് പറയുന്നത്. അല്ലാതെ അവിടെയും ഒതുക്കത്തിന്റെ ഒരു ഭാവമല്ല. അപ്പൊ രണ്ടുപേരും തമ്മിലുള്ള വാക്പോരുകൾ ഇപ്പൊ ഇങ്ങനെ തുടരുകയാണ്. അത് തുടർന്നു പോകുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. കാരണം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആർക്കെങ്കിലും പെട്ടെന്ന് സറണ്ടർ ചെയ്യുന്ന ഒരു നേച്ചർ അദ്ദേഹത്തിനില്ല. കാരണം ലോകത്തെ പ്രമുഖ ശക്തികളൊക്കെ തന്നെ ഇപ്പം അദ്ദേഹത്തിന് എതിരെ നിൽക്കുകയാണ്. അത് അമേരിക്കയെ പോലും ഒരു വിധത്തിൽ വലിയ വിഷമത്തിലാക്കിയിട്ടുണ്ട്. ഡെമോക്രാറ്റുകൾ മാത്രമല്ല, പഴയ റിപ്പബ്ലിക്കൻസും പലരും പറയുന്നുണ്ട് ഈ പോളിസി നമ്മളെ എവിടെ കൊണ്ടെത്തിക്കുമെന്നുള്ളത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധികൾ വന്നിട്ടും ട്രംപിന്റെ ആ ഒരു ബുള്ളി സ്റ്റൈലിൽ നിന്നും മാറിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതിന് ഈ 80ാമത്തെ വയസ്സിൽ മാറുമോ എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു ചോദ്യമാണ്. അങ്ങനെയൊന്നും മാറാനുള്ള സാധ്യത കാണുന്നില്ല. പിന്നെ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇനി മറ്റൊന്നുമില്ല, വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. അദ്ദേഹം സെക്കൻഡ് ടൈം പ്രസിഡന്റ് ആണ്. അപ്പൊ ഇനി നോബൽ സമ്മാനമോ അല്ലെങ്കിൽ മറ്റ് ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ അവാർഡുകളൊക്കെ വാങ്ങിച്ച് വലിയൊരു അമേരിക്ക ഫസ്റ്റ് എന്നുള്ള ലൈനിലേക്ക് കൊണ്ടുവന്ന ഒരാളെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് കാലാവധി പൂർത്തിയാക്കി പോകാനായിരിക്കും ഒരുപക്ഷെ അദ്ദേഹം ശ്രമിക്കുക. ആ കാലാവധിക്കിടയ്ക്ക് താൻ വലിയൊരാളാണെന്ന് സ്ഥാപിക്കുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു താൻ പ്രമാണിത്വം വാക്കിലും പ്രവൃത്തിയിലും ആക്ഷനിലും ഒക്കെ അദ്ദേഹം കാണിച്ചുകൊണ്ടിരിക്കും. അത് അമേരിക്കയിൽ പലരെയും ആശങ്കപ്പെടുത്തുന്നുണ്ട്. പക്ഷേ അത് എന്തൊക്കെ പറഞ്ഞാലും അവിടെ ഈ പറഞ്ഞ പോലെ കോൺഗ്രസും സെനറ്റും ഒക്കെ അതിൻ്റെതായ രീതിയിൽ പല കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് പലതും സാറ്റിസ്ഫൈഡ് ചെയ്തൊക്കെ പോകാനുള്ള സാധ്യതയും ഉണ്ട്. എന്തായാലും ട്രംപിന് ഇനി വരുന്ന കാലങ്ങളിലും വെല്ലുവിളികൾ തുടരുമെന്നുള്ളതാണ്. കാരണം ഈ വിജയങ്ങൾ അദ്ദേഹത്തിന്റെ ഉറക്കം കെടുത്തും, തീർച്ചയായും, യാതൊരു സംശയവുമില്ല. സാധാരണഗതിയിൽ ഒരു പ്രസിഡന്റിനെ നേരിടുന്നതിനേക്കാൾ നല്ല ഒരു അടിയാണ് ഇപ്പോൾ ട്രംപിന് കിട്ടിയിരിക്കുന്നത്. ഇത് തുടർന്നു പോയാൽ അദ്ദേഹത്തിന് ഇനിയുള്ള കാര്യങ്ങളിലും പലവിധ ബുദ്ധിമുട്ടുകൾ വരും. അതുപോലെ തന്നെ ഡെമോക്രാറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു സെൻട്രലിസ്റ്റിക് ഒരു വ്യൂ എടുക്കേണ്ടി വരും. കാരണം കമ്മ്യൂണിസം എന്ന് പറയുന്നത് അമേരിക്കയിൽ അത്ര സുഖമുള്ള ഒരു വാക്കുപോലുമല്ല. അതൊരു അപമാനത്തിന്റെ വാക്കുപോലെയാണ് പലരും കരുതുന്നത്. അപ്പൊ അതുകൊണ്ട് എന്തായാലും കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിച്ച് ട്രംപ് പറഞ്ഞ വ്യക്തിയാണ് അവിടെ ജയിച്ചിരിക്കുന്നത് എന്നതൊരു യാഥാർത്ഥ്യവുമാണല്ലോ. ശ്രീ നിർമ്മൽ, ഇന്ന് എന്തായാലും ട്രംപിനെ സംബന്ധിച്ച് നല്ല ദിവസമല്ല. ട്രംപിന് തന്നെ അത് അക്സെപ്റ്റ് ചെയ്യേണ്ടി വന്നിരിക്കുന്ന ദിവസമാണ്. ആ സമയത്ത് തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഈ ട്രയൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ട്രംപിന്റെ അഭിഭാഷകൻ പറയുന്നത് ലൈഫ് ഓർ ഡെത്ത് സിറ്റുവേഷനാണ് അമേരിക്കയെ സംബന്ധിച്ച് ഇത് എന്നതാണ്. ഈ താരിഫ് നടപടികൾ നിർത്തിവെച്ചാൽ അമേരിക്കയ്ക്ക് ഉണ്ടാകാൻ പോകുന്ന സാമ്പത്തിക ബാധ്യത എന്നത് വളരെ വലുതാണ്. അത് താങ്ങാനുള്ള ശേഷി ഇപ്പോൾ രാഷ്ട്രത്തിനില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാദങ്ങൾ നടക്കുന്നു എന്നതാണ് വരുന്നത്. അവിടെയും ഒരു തിരിച്ചടിക്കുള്ള സാധ്യതയാണോ താങ്കൾ കാണുന്നത്? കാരണം വളരെ ക്രമാതീതമായി ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളൊന്നും കണക്കിലെടുക്കാതെ വേൾഡ് ട്രേഡ് രീതികൾ വകവെക്കാതെ എടുത്തിട്ടുള്ള തീരുമാനമാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. കോടതിയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത് എന്താണ്? കോടതിയിൽ നിന്ന് എന്ത് സംഭവിച്ചാലും എനിക്ക് തോന്നുന്നു ഇവൻച്വലി, കാരണം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് ഈ ചർച്ചയിൽ, ഇന്ത്യ എന്ന് പറഞ്ഞ ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റാണ്.
അത് മാത്രമല്ല ഇൻഡോ ഏഷ്യ പസഫിക്കിലെ ഏറ്റവും റിലയബിൾ ആയിട്ടൊരു പാർട്ട്ണറുമാണ്. അപ്പൊ ഇവൻച്വലി ഈ പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാകും. പക്ഷെ അമേരിക്കയുടെ ഇപ്പോഴത്തെ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി അല്ലെ ട്രംപിന്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് ഞാൻ കരുതുന്നത് ഈ പറയുന്ന US ട്രഷറിക്ക് സംഭവിച്ച പ്രശ്നങ്ങൾ അല്ലെങ്കിൽ തിരിച്ച് എക്കോണമി റൺ ചെയ്യിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഈ സ്നാപ്പ് പോലുള്ള സപ്ലിമെന്ററി ന്യൂട്രീഷൻ അസിസ്റ്റൻസ് പ്രോഗ്രാം ഉണ്ട്. അതായത് സാമ്പത്തികമായിട്ട് സ്ഥിരത ഇല്ലാത്ത ആളുകൾക്ക് ഫ്രീ ഫുഡ് കിട്ടുന്നതൊക്കെ അവസാനിച്ചു ഈ 2 ദിവസം മുന്നേ. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിനെതിരായിട്ടുള്ള വികാരം ഉയർന്നു വരുവാണ്. അപ്പൊ ഇമ്മീഡിയറ്റ്ലി US എക്കോണമിയെ തിരിച്ച് നേർവഴിക്കാക്കുക എന്നുള്ളതായിരിക്കും ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ് ഓബിയസ്ലി ഇന്ത്യ ലൈനിൽ കാണും. അതിപ്പോ അടുത്ത 2026 ഇതേ ദിവസം അടുത്ത വർഷം നമ്മൾ സംസാരിക്കുമ്പോൾ അതിൽ മാറ്റം ഉണ്ടാകുന്നുള്ള ഒരു സംശയമില്ല. കാരണം ഈ പോക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത തവണ കോൺഗ്രസും സെനറ്റും ഒക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യത ട്രംപിനുണ്ട്. അത് അദ്ദേഹത്തിന് അറിയാം. അതിന് മുന്നേ ഡെഫിനറ്റ് ആയിട്ട് ഈ ചേഞ്ച് വരും എന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കും. ശരി, എന്തായാലും നമുക്ക് കാത്തിരിക്കാം. അമേരിക്കൻ സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടാകുന്ന തീരുമാനം ഇന്ത്യയെ സംബന്ധിച്ചു കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യ ഒരു അനുകൂല തീരുമാനം അവിടെ നിന്നുണ്ടായാൽ ഈ വ്യാപാര കരാറിൽ ഉൾപ്പെടെ ഒരു സമ്മർദ്ദം ചെലുത്താനുള്ള ഉണ്ടാക്കും അത് എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ട്രംപിന്റെ മോശം ദിവസം ഇന്ത്യക്ക് അനുകൂലമായി മാറുന്നു എന്നറിയാൻ. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് at 9 കാണാം. നമസ്കാരം.